प्राणश्चक्षुः श्रोत्रमथो बलमिन्द्रियाणि च सर्वाणि सर्वं ब्रह्मोपनिषदं माहं ब्रह्म निराकुर्याम् मा ब्रह्म निराकरोद निराकरणमस्तु निराकरणं मेस्तु। य उपनिषत्सु धर्माः ते मयि सन्तु ओम शांति शांति शांति। കേനോപനിഷത്ത് സാമവേദീയമായ തലവകാര ബ്രാഹ്മണത്തിൻ്റെ 9ാമത്തെ അധ്യായമാണെന്ന് പറഞ്ഞു. അപ്പം നമ്മെ സംബന്ധിച്ച് നമ്മൾ കേനോപനിഷത്ത് എന്ന നിലയ്ക്കാണ് ഇതിനെ പഠിക്കുന്നത്. എന്നാൽ തലവകാര ബ്രാഹ്മണം എന്ന നിലയ്ക്ക് നോക്കുമ്പോൾ ഇത് 9ാമത്തെ അധ്യായമാണ്. ഇതിനു മുമ്പ് 8 അധ്യായങ്ങൾ ഉണ്ടായിരുന്നു. ഏതുപോലെ ചോദിച്ചാൽ, ഇപ്പോൾ ഭഗവത്ഗീത പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഭഗവത്ഗീതയുടെ 1ാമത്തെ അധ്യായം 1ാമത്തെ അധ്യായ, 2ാമത്തെ അധ്യായം 2ാമത്തെ അധ്യായ. എന്നാൽ മഹാഭാരതം പഠിക്കുന്ന ആളെ സംബന്ധിച്ച് ഭീഷ്മപർവത്തിലെ 25ാമത്തെ അധ്യായമാണ്. അപ്പോൾ 26ാമത്തെ അധ്യായമാണ് 2ാമത്തെ അധ്യായം, 42ാമത്തെ അധ്യായമാണ് 18ാമത്തെ അധ്യായം. ഇപ്പം ഗീത പഠിക്കുന്ന ഒരാൾ 1ാം അധ്യായം മുതൽ 18ാം അധ്യായം വരെ പഠിക്കുന്നു. എന്നാൽ സമഗ്രമായി മഹാഭാരതം പഠിക്കുന്ന ആൾ ആ 24 അധ്യായം വരെ എന്തു പറഞ്ഞു എന്ന് ഓർമ്മിക്കണം. എന്നിട്ടാണ് 25ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുക. പോരാ, ഭീഷ്മപർവം 6ാമത്തെ പർവ, അപ്പോൾ അതിന് മുമ്പുള്ള 5 പർവ്വങ്ങളിൽ എന്താ പറഞ്ഞത് എന്ന് ഓർമ്മിക്കണം. ഇവിടെ ആ ഒരു സമഗ്രമായ കാഴ്ചപ്പാട് തന്നും കൊണ്ടാണ് ഭാഷ്യകാരൻ ആരംഭിക്കുന്നത്. പറയാണ്, സമാപ്തം കർമ്മ ആത്മഭൂത പ്രാണവിഷയം വിജ്ഞാനം കർമ്മച അനേക പ്രകാരം യയോഹോ വികൽപ്പസമുച്ചയ അനുഷ്ഠാനാത് ദക്ഷിണോത്തരാഭ്യാം ശ്രുതിഭ്യാം ആവൃത്തി അനാവൃത്തി ഭവതഃ അതഃ ഊർധ്വം ഫല നിരപേക്ഷ ജ്ഞാനകർമ്മ സമുച്ചയാനുഷ്ഠാനാത് കൃതാത്മസംസ്കാരസ്യ ഉച്ഛിന്നാത്മജ്ഞാന പ്രതിബന്ധകസ്യ ദ്വൈതവിഷയദോഷദർശിനഃ നിർജ്ഞാത അശേഷ ബാഹ്യവിഷയത്വാത് സംസാരബീജം അജ്ഞാനം ഉച്ഛിത്സതഃ പ്രത്യേകാത്മവിഷയജിജ്ഞാസോഃ കേനേഷിതം ഇതി ആത്മസ്വരൂപതത്വവിജ്ഞാനായ അയം അധ്യായഃ ആരഭ്യത്തെ. അപ്പോൾ ഇവിടെ ഈ കേനോപനിഷത്ത്, നമുക്കതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പറയാം, കേനോപനിഷത്ത് എന്ന് ഇതിന് പേര് വരാൻ കാരണം കേന എന്ന ശബ്ദത്തോടുകൂടി ആരംഭിക്കുന്നതിനാലാണ്. കേന എന്ന ശബ്ദത്തോടുകൂടി ആരംഭിച്ച ഉപനിഷത്ത് കേനോപനിഷത്ത്. അങ്ങനെയാ ചിലതിനൊക്കെ പേര്. ഈശാവാസ്യം എന്നാരംഭിച്ച ഉപനിഷത്ത് ഈശാവാസ്യ ഉപനിഷത്ത്. മറ്റു ഉപനിഷത്തുക്കൾക്കൊന്നും അങ്ങനെ പേരില്ല. ആകെ ഈ 2 ഉപനിഷത്തുക്കൾക്ക് ഇപ്രകാരം പേരറിയൂ, മറ്റുള്ളതിനറിയില്ല. അപ്പോൾ കേന എന്ന് വെച്ചാൽ ആരാൽ അഥവാ എന്തിനാൽ എന്നാണ്.
ഈ ചോദ്യത്തോടു കൂടി ആരംഭിക്കുന്ന ഉപനിഷത്താണ്. അതാകട്ടെ തലവകാര ബ്രാഹ്മണത്തിൻ്റെ 9-ാമത്തെ അധ്യായമാണ്. അപ്പം 8 അധ്യായത്തിൽ എന്താ വിഷയം? സമാപ്തം കർമ്മ. കർമ്മവിഷയം സമാപിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാഷ്യം ആരംഭിക്കുന്നത്. നോക്കൂ, സമാപ്തം കർമ്മ ആത്മഭൂത പ്രാണവിഷയം വിജ്ഞാനം കർമ്മച അനേക പ്രകാരം യയോഹോ വികൽപ്പസമുച്ചയാനുഷ്ഠാനാത് ദക്ഷിണോത്തരാഭ്യാം ശ്രുതിഭ്യാം ആവൃത്യനാവൃത്തി ഭവതഃ അതഃ ഊർധ്വം ഫലനിരപേക്ഷ ജ്ഞാനകർമ്മ സമുച്ചയാനുഷ്ഠാനാത് കൃതാത്മസംസ്കാരസ്യ ഉച്ഛിന്നാത്മജ്ഞാനപ്രതിബന്ധകസ്യ ദ്വൈതവിഷയദോഷദർശിനഃ നിർജ്ഞാത അശേഷബാഹ്യവിഷയത്വാത് സംസാരബീജം അജ്ഞാനം ഉച്ഛിത്സതഃ പ്രത്യഗാത്മവിഷയജിജ്ഞാസോഃ കേനേഷിതം ഇതി ആത്മസ്വരൂപതത്വവിജ്ഞാനായ അയം അധ്യായഃ ആരഭ്യതേ. ഇവിടെ പദഭാഷ്യം ഭഗവാൻ ഭാഷ്യകാരൻ ആരംഭിച്ചത് കേനേഷിതം ഇത്യാദ്യ ഉപനിഷത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. പദഭാഷ്യം കേനേഷിതം എന്ന് തുടങ്ങുന്നത് ഉപനിഷത്താണ്. എന്താ, ഉപനിഷത്ത് പുസ്തകം കയ്യിലെടുത്താൽ അറിയില്ലേ ഇത് ഉപനിഷത്താണ്? പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ? മറുപടി 8 അധ്യായം വരെയും കർമ്മകാണ്ഡമായതുകൊണ്ട് 9-ാമത്തെ അധ്യായം പരിചയപ്പെടുത്തുമ്പം പറയുകയാണ് ഇതെനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഉപനിഷത്താട്ടോ, ഇത് കർമ്മകാണ്ഡമല്ല. എന്തിനാണിത്? പരബ്രഹ്മ വിഷയ വക്തവ്യ ഇത് 9-ാമസ്യ അധ്യായസ്യ ആരംഭ. പരബ്രഹ്മ വിഷയം ഉപദേശിക്കേണ്ടതാകുന്നു എന്ന നിലയ്ക്ക് 9-ാം അധ്യായം ആരംഭിക്കുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് പദഭാഷ്യം തുടങ്ങുന്നത്. വാക്യഭാഷ്യം ഇങ്ങനെയാണ് തുടങ്ങുന്നത്, സമാപ്തം കർമ്മ, കർമ്മവിഷയം സമാപിപ്പിച്ചു കഴിഞ്ഞു. ആത്മഭൂത പ്രാണവിഷയം വിജ്ഞാനം, പ്രാണവിഷയകമായ വിജ്ഞാനവും, വിജ്ഞാനത്തിന് ഉപാസന എന്നുള്ള അർത്ഥമാണ് അവിടെ സ്വീകരിക്കേണ്ടത്. തത്വസാക്ഷാത്കാരം എന്നുള്ള അർത്ഥം ഇവിടെ സ്വീകരിച്ചുകൂടാ. ഉപാസനയെയും കർമ്മച്ച അനേക പ്രകാരം, അനേക പ്രകാരത്തിലുള്ള കർമ്മത്തെയും ഉപദേശിച്ചു കഴിഞ്ഞു. അനേക പ്രകാരത്തിലുള്ള കർമ്മങ്ങൾ, അനേക പ്രകാരത്തിലുള്ള കർമ്മം എന്ന് പറഞ്ഞാൽ അനേക പ്രകാരത്തിലുള്ള കർമ്മങ്ങൾ. എവിടെ? കർമ്മകാണ്ഡത്തിൽ വിവിധ തരം യാഗവിശേഷങ്ങൾ ഇതിനു മുമ്പ് ഉള്ള ഭാഗത്ത് ഉപദേശിച്ചു കഴിഞ്ഞു, ഉപദേശിക്കപ്പെട്ടു. പിന്നെന്താ ഉപദേശിച്ചത്? പ്രാണാത്മവിഷയകമായ ഉപാസനകളെയും ഉപദേശിച്ചു കഴിഞ്ഞു. അതെന്തൊക്കെയാണെന്ന് നിങ്ങൾ മുൻഭാഗത്ത് പഠിക്കണം. പലതരത്തിൽപ്പെട്ട പ്രാണാത്മവിഷയകങ്ങളായ ഉപാസനകളെയും കർമ്മങ്ങളെയും മുൻഭാഗത്ത് ഉപദേശിച്ചു കഴിഞ്ഞു. യയോഹോ, ഇവ രണ്ടിൻ്റെയും എന്ന് പറഞ്ഞാൽ കർമ്മവിഷയത്തിൻ്റെയും ഉപാസനയുടെയും രണ്ടിൻ്റെയും വികൽപ്പ സമുച്ചയാനുഷ്ഠാനാത്, വികൽപ്പാനുഷ്ഠാനം കൊണ്ടും സമുച്ചയാനുഷ്ഠാനം കൊണ്ടും. ഈ ശങ്കരഭാഷ്യം പഠിച്ച് ആ ഒരു സംസ്കാരമുള്ളവർക്ക് എളുപ്പം മനസ്സിലാവും, അല്ലാത്തവർക്ക് കയറിപ്പറ്റാൻ കുറച്ചൊരു വിഷമമുണ്ടാവും. ഒരു 2-3 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് എല്ലാവരും കയറിപ്പറ്റും.
അതിനു മുമ്പ് ഭാഷ്യത്തിലേക്ക് കയറാനൊരു പ്രയാസമുണ്ടാകും. അപ്പോൾ അനേക പ്രകാരത്തിൽപ്പെട്ട കർമ്മങ്ങളെയും പ്രാണവിഷയങ്ങളായ ഉപാസനകളെയും ഇതിനു മുമ്പുള്ള ഭാഗത്ത് വർണ്ണിച്ചു കഴിഞ്ഞു. ഇനി ആ വിഷയം വരുന്നില്ല. ഇനി തലവകാര ബ്രാഹ്മണത്തിൽ വരുന്നത് ജ്ഞാന വിഷയമാണ്. അപ്പം ഈ പറഞ്ഞ വിഷയം, ഇതിനു മുമ്പ് പറഞ്ഞ വിഷയം രണ്ടാണ്. ഒന്ന് പ്രാണവിഷയകമായ ഉപാസന, രണ്ട് അനേക പ്രകാരത്തിൽപ്പെട്ട കർമ്മങ്ങൾ. അപ്പം ഇവയെ അനുഷ്ഠിക്കുന്നത് കൊണ്ട്, കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നത് കൊണ്ട് കർമ്മഫലങ്ങൾ കിട്ടും. എന്താ കർമ്മഫലങ്ങൾ? കർമ്മഫലങ്ങൾ പുണ്യമാണ്. പുണ്യത്തിലൂടെ സ്വർഗാദി ലോകങ്ങളാണ്. സ്വർഗാദി ലോകങ്ങളെ പ്രാപിക്കാം. അങ്ങനെ ഉള്ള കർമാചരണ പദ്ധതിയുടെ പരമാവധി എന്ന് പറഞ്ഞാൽ ബ്രഹ്മലോക പര്യന്തമുള്ള ഗമനമാണ്. ബ്രഹ്മലോക പര്യന്തമുള്ള ഗമനമാണ് പരമാവധി. അതാണ് പറയുന്നത് യയോഹോ വികൽപ്പ സമുച്ചയാനുഷ്ഠാനാത്. ഈ രണ്ടിൻ്റെയും, പ്രാണവിഷയകമായ ഉപാസനയുടെയും കർമ്മത്തിൻ്റെയും അനുഷ്ഠാനം കൊണ്ട്, എങ്ങനെയുള്ള അനുഷ്ഠാനം കൊണ്ട്? സമുച്ചയാനുഷ്ഠാനം കൊണ്ടും വികൽപ്പാനുഷ്ഠാനം കൊണ്ടും. വികൽപ്പാനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ വേറെ വേറെ ആയിട്ട് അവയെ മനസ്സിലാക്കുന്നു, അനുഷ്ഠിക്കുന്നു. സമുച്ചയാനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ രണ്ടിനെയും ചേർത്ത് അനുഷ്ഠിക്കുന്നു. ഈ രണ്ടിനെയും ചേർത്ത് അനുഷ്ഠിക്കേണ്ട വിഷയം വളരെ വിശദമായിട്ട് ഈശാവാസ്യ ഉപനിഷത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. വിദ്യാം ച വിദ്യാം ച യസ്തദ് വേദോ ഭയം സഹ എന്ന്. അവിദ്യയാ മൃത്യും തീർത്വാ വിദ്യയാമൃതമശ്നുതേ. അവിടെ കർമ്മത്തെയും കർമ്മവിഷയമായ ജ്ഞാനത്തെയും സമുച്ചയം ചെയ്താൽ അത്തരം കർമ്മങ്ങളെക്കൊണ്ട് പ്രാഥമികമായ മരണത്തെ അതിക്രമിച്ച് തദ്വിഷയകമായ ജ്ഞാനം കൊണ്ട് അമൃതത്വത്തെ, ആപേക്ഷികമായ അമൃതത്വത്തെ നേടുന്നാ പറഞ്ഞേ ഈശാവാസ്യോപനിഷത്തിൽ. അതുതന്നെ ഇവിടെ പറയുകയാണ്, ഈ കർമ്മത്തിൻ്റെയും ഉപാസനയുടെയും വേർതിരിച്ചുള്ള അനുഷ്ഠാനം കൊണ്ടും സമുച്ചയം ചെയ്തുള്ള അനുഷ്ഠാനം കൊണ്ടും അതത് ഫലപ്രാപ്തികൾ നേടും. ഏതൊക്കെയാണ്? ദക്ഷിണോത്തരാഭ്യാം ശ്രുതിഭ്യാം. ദക്ഷിണായനത്തിലൂടെയും ഉത്തരായണത്തിലൂടെയുമുള്ള ആവൃത്തി അനാവൃത്തി, ആവൃത്തിയും അനാവൃത്തിയും ഭവതഃ ഭവിക്കുന്നു. എന്താ പറഞ്ഞതിൻ്റെ താല്പര്യം? വൈദികങ്ങളായ കർമ്മങ്ങളെ വിഹിതമായ രീതിയിൽ ചെയ്താൽ, ശ്രദ്ധയോടുകൂടി ചെയ്താൽ ആ പറയപ്പെട്ട ഫലങ്ങളെ നേടാം. ആ പറയപ്പെട്ട ഫലങ്ങളെന്ന് പറയുമ്പോൾ സ്വർഗാദി ലോകങ്ങളാണ്. വൈദികങ്ങളായ കർമ്മങ്ങളെ ചെയ്യുമ്പോൾ അദൃഷ്ടമായ പുണ്യം ജീവൻ സമ്പാദിക്കുന്നു. ജീവൻ അദൃഷ്ടമായ പുണ്യം സമ്പാദിച്ചാൽ ആ പുണ്യത്തിനനുസരിച്ച് ഗതിയെ പ്രാപിക്കുന്നു. അത് സ്വർഗാദി ലോകങ്ങളാണ്. അങ്ങനെ കർമ്മങ്ങളെ ചെയ്ത് ചെയ്ത് സാമാന്യമായിരിക്കുന്ന സ്വർഗാദി ലോകങ്ങൾക്കപ്പുറത്തേക്ക് ഉയരുകയാണ്. അതെങ്ങനെ? പ്രാണാദി വിഷയകമായ ഉപാസനകൾ,
കർമ്മവിഷയകമായ ജ്ഞാനം ഇതൊക്കെ സമുച്ചയം ചെയ്ത് സമന്വയിപ്പിച്ച് ചേർത്ത് അനുഷ്ഠിക്കുകയാണ്. അവിടെ കുറേ വൈരാഗ്യവും വേണം. അപ്പോൾ വിരക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി ഉപാസനയെയും കർമ്മത്തെയും ഒന്നിച്ചനുഷ്ഠിച്ചാൽ അവിടെ പരമാവധി ലഭിക്കുമെന്ന് ശാസ്ത്രം പറയുന്ന ലോകം ബ്രഹ്മലോകമാണ്. ആ ബ്രഹ്മലോകം അനാവൃത്തിയാണ്. എന്താ അനാവൃത്തി എന്ന് പറഞ്ഞാൽ? പിന്നെ ആവൃത്തി തിരിച്ചു വരവ് ഇല്ല. എന്നാൽ വൈദിക കർമ്മങ്ങളിലൂടെ പുണ്യം സമ്പാദിച്ച് ആ പുണ്യത്തിൻ്റെ ഫലമായി ഊർധ്വലോകങ്ങൾ ലഭിച്ചാൽ, പുണ്യം തീർന്നാൽ തിരികെ വരണം. നാകസ്യ പൃഷ്ഠേ സുകൃതേന ഭൂത്വാ ഇമം വാഹീനതരം വാവിശന്തി. സ്വർഗത്തിൻ്റെ ഉപരിതലത്തിൽ പോയി സുഖങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തെയോ ഇതിനേക്കാൾ കീഴ്പ്പെട്ടുള്ള ലോകങ്ങളെയോ പ്രാപിക്കാം എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. കാരണം പുണ്യസമ്പാദനത്തിലൂടെ നേടുന്ന ലോകങ്ങൾ പുണ്യം ക്ഷയിക്കുമ്പോൾ തീരും. ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. എങ്ങനെ? തേതം ഭുക്ത്വാ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി എന്ന് ഭഗവത്ഗീത. അങ്ങനെ സ്വർഗസ്ഥന്മാർ വിശാലമായ സ്വർഗീയ സുഖങ്ങളെ അനുഭവിച്ചിട്ട് പുണ്യം ക്ഷയിക്കുമ്പോൾ തലകുത്തനെ വീഴുന്നു. എങ്ങോട്ട് വീഴുന്നു? ഇമം വാ ഹീനതരം വാ. ഇതിനെയോ ഇതിനേക്കാൾ കീഴ്പ്പെട്ടുള്ളതിനെയോ പ്രാപിക്കുന്നു. അതെങ്ങനെയാ കീഴ്പ്പെട്ടുള്ളതിനെ പ്രാപിക്കുക? സ്വർഗാദി ലോകങ്ങളിൽ പുണ്യകർമ്മം ചെയ്ത് കൂടുതൽ സമ്പാദിക്കാൻ ഒരു വകുപ്പുമില്ല. ആകെ കൂടെ സാധിക്കുക കൊണ്ടുപോയത് ഉപയോഗിച്ചു തീർക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരവും ചെലവും കണക്കാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷേ മനുഷ്യനെ സംബന്ധിച്ച് ഉപഭോഗം ചെയ്യുമ്പോൾ മറന്നുപോവും. എന്ത്? തൻ്റെ അടുത്ത് എത്ര ഉണ്ടെന്ന്, എത്ര ഉപയോഗിക്കാം, പൊതുവേ മറന്നുപോകും. ഒരു ദിവസം 5-6 വിളിയെങ്കിലും വരാറുണ്ട്. സാർ, പേഴ്സണൽ ലോൺ വേണോ? ലോൺ ആവശ്യമുണ്ടോ? ലോൺ ആവശ്യമില്ല, നിങ്ങളെടുത്തുനിന്ന് വേണ്ട. അല്ലാണ്ട് ആൾക്കാരുടെ അടുത്തുനിന്നൊക്കെ ധാരാളം വാങ്ങിയിട്ടുണ്ട്. പലിശരഹിതമായി ഒരുപാട് പേരോട് കടം വാങ്ങിയിട്ടുണ്ട്. അത് അവർക്കറിയാം, നമുക്കും അറിയാം ആരോടൊക്കെ വാങ്ങി എന്നുള്ളത്. ഈ കൂട്ടത്തിൽ തന്നെ അവരോടും വാങ്ങിയിട്ടുണ്ടാവും, അത് വേറെ വിഷയം. പക്ഷെ അത് കുഴപ്പമില്ല, കാരണം വാങ്ങിയത് കൊടുത്താൽ മതി. മറ്റേതല്ല, മറ്റേ പേഴ്സണൽ ലോൺ വേണമെന്നൊക്കെ മധുരമായി ചോദിക്കണ കേട്ടാൽ നമുക്ക് വേണമെന്നങ്ങ് പറയാൻ തോന്നിപ്പോവും. പൊട്ട് കഴിഞ്ഞു. പിന്നെ പലിശയ്ക്ക് മുകളിൽ കൂട്ടുപലിശയായി. ഇത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങുകയും ചെയ്തു. വേണോ വേണ്ടയോ ഒന്നും അപ്പം ആലോചിച്ചില്ല. അങ്ങനെ കടക്കണിപ്പെട്ട് അവസാനം വട്ടം കറങ്ങും. ഇത് തന്നെയാണ് സ്വർഗത്ത് പോയാലുള്ള ദുരവസ്ഥ. അവിടെ ഉപഭോഗിക്കാനേ വകുപ്പുള്ളൂ, സമ്പാദിക്കാൻ വകുപ്പില്ല. അപ്പം നമ്മൾ അധികം ഉപയോഗിച്ച് പോയി ഓവർ ഡ്രാഫ്റ്റായി പോയാലോ? അപ്പോൾ കണക്ക് നോക്കുമ്പോൾ മനുഷ്യനാവാനുള്ള യോഗ്യതയില്ല, അപ്പോൾ കീഴ്പ്പെട്ടു. അതുകൊണ്ട് സ്വർഗത്തിൽ പോയ ആൾ തിരിച്ച് നമുക്ക് മനുഷ്യനായിട്ട് വരും എന്നൊരു കണക്കുമില്ല. അതുകൊണ്ടാണ് ഉപനിഷത്ത് ഇമം വാ മനുഷ്യജന്മം വാ ഹീനതരം വാ വിശന്തി എന്ന് പറയുന്നത്.
സ്വർഗത്ത് പോകുന്നവർ. അതുകൊണ്ടാണ് നമ്മൾ സ്വർഗം ആഗ്രഹിക്കരുതെന്ന് പറയണത്. സ്വർഗമില്ല വേണ്ടെന്നൊന്നും പറയുന്നില്ല. ഒരാൾ വന്നിട്ട് സ്വർഗലോകം തരാമെന്ന് പറഞ്ഞാൽ വേണ്ട, നിങ്ങൾക്ക് തന്നെ വെച്ചോളൂ എന്ന് പറയണം, ബുദ്ധിയുള്ളവരാണെങ്കിൽ. സ്വർഗത്തിനേക്കാൾ എത്രയോ നല്ലത് നരകം തന്നെ. കാരണം അവിടുന്ന് പാഠം ഉൾക്കൊള്ളാനുണ്ട്. അങ്ങനെ പാഠം ഉൾക്കൊണ്ടാൽ കൂടുതൽ ഉയർന്ന തലത്തിലേക്ക് നമുക്ക് എത്താം. സ്വർഗത്തുനിന്ന് ഒരു പാഠം ഉൾക്കൊള്ളാനില്ല, കൂടുതൽ കൂടുതൽ കടക്കണിപ്പെടാനേ ഉള്ളൂ. അപ്പോൾ അവിടെ പുണ്യം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡ് അവിടെ ഇരിക്കാൻ പറ്റില്ല. അപ്പം പിടിച്ച് ചവിട്ടി പുറത്താക്കും. അതാണ് ദക്ഷിണായന മാർഗം. കർമ്മങ്ങളെ ചെയ്ത് പുണ്യം സമ്പാദിച്ച് പുണ്യത്തിൻ്റെ ഫലമായി സ്വർഗലോകങ്ങളെ പ്രാപിച്ച് പുണ്യം ക്ഷയിക്കുമ്പോൾ അവിടുന്ന് തലകുത്തനെ വീണ് പിന്നെ വീണ്ടും കർമ്മങ്ങളെ ചെയ്ത് വീണ്ടും പുണ്യം സമ്പാദിച്ച്. അപ്പോൾ ചോദ്യം, ഏതാ കഴിഞ്ഞ പ്രാവശ്യം തലകുത്തനെ വീണ അനുഭവമില്ലേ, പിന്നെ എന്തിനാ പിന്നെ ഈ പണി ചെയ്യണത്? അത് മനുഷ്യൻ്റെ ഒരു വാസനാജനിതമായ സ്വഭാവമാണ്. വാസനാജനിതമായൊരു സ്വഭാവമാണത്. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. ഇവിടെ ഒരാൾ വരുമായിരുന്നു, ഇപ്പോൾ കുറേ കാലമായി വരലില്ല. അയാൾ നെതർലാൻഡ്സിൽ നിന്നാണ്. ഓരോ പ്രാവശ്യം വന്നാലും സങ്കടവും പരാതിയും പറയാനേ നേരമുള്ളൂ. ആരെപ്പറ്റി? പത്നിയെപ്പറ്റി. എന്നിട്ട് ഞങ്ങൾ ഡൈവേഴ്സ് കഴിഞ്ഞു എന്ന് പറയും. ഡൈവേഴ്സ് കഴിഞ്ഞു. അടുത്ത കൊല്ലം വരുമ്പോൾ വീണ്ടും പത്നിയെപ്പറ്റി പരാതിയും പരിഭവവും സങ്കടവും പറയും. എന്നിട്ട് ഡൈവേഴ്സ് കഴിഞ്ഞു പറയും. നമ്മൾ വിചാരിക്കും എല്ലാ കൊല്ലം ഇയാളെങ്ങനെയാണ്, വേറെ പത്നിയാണ്, അത് കഴിഞ്ഞ് പുതിയ കല്യാണം കഴിയും. അങ്ങനെ 7 or 8 വിവാഹവും ഡൈവേഴ്സും അയാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്രയും അനുഭവം ഉണ്ടായിട്ട് പിന്നെ എന്തിനാ കിട്ടുന്നത്? അത് മനുഷ്യ സ്വഭാവം. അടുത്തതെങ്കിലും നേരെയാവുകയായിരിക്കും. അല്ല, ഒന്ന് കെട്ടി പൊട്ടി നാ അവിടെ നിൽക്കണ്ടേ? കുട്ടികളുടെ റിപ്പീറ്റ് പോലെയാണത്. പുതിയ കോഴ്സാണ് റിപ്പീറ്റ്. പണ്ടൊക്കെ നമ്മൾ ഡിഗ്രി പ്രീ ഡിഗ്രി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ റിപ്പീറ്റിൻ്റെ സാധനമാണ്. എന്തിനാ കുട്ടി പഠിക്കണത്? ഞാൻ റിപ്പീറ്റ്. റിപ്പീറ്റാണ്. നീറ്റിന് റിപ്പീറ്റ്, സിവിൽ സർവീസിന് റിപ്പീറ്റ്. അവസാനം തിരിഞ്ഞു നോക്കുമ്പോൾ കൊല്ലങ്ങൾ നഷ്ടപ്പെട്ടതോർത്ത് ദുഃഖിച്ച് സ്വയം പ്രാഗി കഴിയും. അതുപോലെ റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയല്ല. അതാണ് പറഞ്ഞത്, ഇത്രയൊക്കെ നരകയാതന അനുഭവിച്ചിട്ടാണ് അവിടുന്ന് തലകുത്തനെ വീഴുന്നത്. അപ്പോൾ വീഴണമെന്ന് സങ്കല്പിച്ചു നോക്കൂ, നരകത്തിൽ നിന്നിട്ട് വീഴണമെന്ന് സങ്കല്പിച്ചു നോക്കൂ. എന്നിട്ട് വീണ്ടും കർമ്മം ചെയ്ത് സമ്പാദിച്ച് പുണ്യം സമ്പാദിച്ച് പിന്നെയും പോവുക. പിന്നെയും പുണ്യം ക്ഷയിച്ചാൽ തലകുത്തനെ വീഴുക, പിന്നെയും പോവുക. ഇത് തന്നെ പരിപാടി. ഗതാഗതം കാമ കാമാലഭന്തേ. ഗതാഗതത്തെ ലഭിക്കുന്നു കാമകാമന്മാർ. പോക്ക് വരവ്, അതിലൊരു സുഖം. അതാണ് ആവൃത്തി. ആവൃത്തിയുടെ മാർഗമാണ് ദക്ഷിണായനം. അതെന്താ? അത് വൈദിക കർമ്മങ്ങളെ ആചരിക്കുന്നു. സ്വർഗകാമോ യജേത. സ്വർഗം ആഗ്രഹിക്കുന്നവൻ യജ്ഞം ചെയ്തോളൂ എന്ന് വേദം പറഞ്ഞു. അങ്ങനെ സ്വർഗം ആഗ്രഹിക്കുന്നവൻ യജ്ഞം ചെയ്തു. ജ്യോതിഷ്ഠോമം, സോമയാഗം, അതിരാത്രം തുടങ്ങി വിവിധ യാഗങ്ങളുണ്ട് സ്വർഗപ്രദങ്ങളായിട്ട്. അങ്ങനെ അതിൻ്റെ പുണ്യം സമ്പാദിച്ച് സ്വർഗത്തിലെത്തുക. ആരാ സ്വർഗത്തിലെത്തുക? യജമാനം വഹന്തി. യജമാനെയാണ് സ്വർഗത്തിലെത്തിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആരാണോ യാഗത്തിൻ്റെ യജമാനൻ അയാൾ സ്വർഗത്തിലെത്തും. സ്വാമിക്ക് വല്ല ഉറപ്പുണ്ടോ? എനിക്കൊരു ഉറപ്പില്ലേ. എന്തുകൊണ്ട് ഉറപ്പില്ല? ഞാൻ സ്വർഗത്തിൽ പോയിട്ടില്ല, അതുകൊണ്ട്. അല്ലാതെന്താ? എന്നാലും ശാസ്ത്രം എങ്ങനെയാ പറയണമെന്ന് പറയാം. ശരി, അങ്ങനെ അയാൾ എത്തി അവിടെ.
ഏഹ്യേഹീരിതമാഹുദയ സുവർച്ചസ, വരൂ വരൂ എന്നൊക്കെ നല്ല വാക്കൊക്കെ പറഞ്ഞ് കഥ പറഞ്ഞിട്ടാണ് കൊണ്ടുപോവുക. കൊണ്ടുപോകുമ്പോൾ നമ്മൾ വിചാരിക്കും വലിയ സുഖമാണ്. കാരണം പലവിധ കഥകളൊക്കെ പറഞ്ഞ് ആനന്ദിപ്പിച്ച് അങ്ങനെ കൊണ്ടുപോകും. അതുവരെ കഥ പറയാനൊക്കെ ആളുണ്ടാവും. പക്ഷെ അവിടെയൊക്കെ പുണ്യം ക്ഷയിച്ചു കഴിഞ്ഞാൽ ഒരു കഥയില്ല, അവിടുത്തെ ഔട്ടി താഴത്തേക്ക് ഇടുക. പിന്നെ നമ്മൾ വരണം. ഈ പരിപാടികൾക്ക് സംഘാടകർ ക്ഷണിക്കണ പോലെയാണ്. അങ്ങോട്ട് വലിയ താലപ്പൊലിയും ഒക്കെ ആയിട്ട് കൂട്ടിക്കൊണ്ടുപോകും. അതെ, എന്താ സ്വീകരണം, 10 വിളി വിളിക്കും. സ്വാമി സമയത്തിന് വരില്ലേ, മറ്റതാക്കില്ലേ. അവിടെ എത്തി പ്രഭാഷണം കഴിഞ്ഞാലോ സ്വാമിയായി, സ്വാമിയുടെ പാടായി. അതെ, അങ്ങോട്ട് വലിയ താലപ്പൊലി എഴുന്നള്ളതൊക്കെ ഉണ്ടാവില്ല. എന്താ തിരിച്ചു താലപ്പൊലിയിട്ട് പറഞ്ഞേക്കാത്ത? അതുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ തന്നെ പ്രഭാഷണത്തിന് വിളിച്ചാൽ പറയുമായിരുന്നു, മടങ്ങിപ്പോവാനുള്ള ചക്രം തരണമെന്ന് ആദ്യം പറയും. മടങ്ങിപ്പോവാനുള്ള ചക്രം ആദ്യം കൊടുക്കണം. അന്ന് ചക്രം എന്നാണല്ലോ പറയുക. അപ്പം എന്താ ഗുരുദേവ കൊണ്ടുപോകണ്ടേ അങ്ങോട്ട്? അത് നിങ്ങൾ കൊണ്ടുപോകുമല്ലോ, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇതാണ് എൻ്റെ ധ്വനി. ഇതുപോലത്തെ ഞാൻ സ്വർഗത്തേക്ക് കൊണ്ടുപോകുമല്ലോ. എന്തൊരു മധുരമായിട്ട് ഹി വരൂ വരൂ. നല്ല തേജസ്വികളായിട്ട് സുവർച്ചസഹ, നല്ല തേജസ്സോട് കൂടിയാ വിളിച്ചു കൊണ്ടുപോവുക. അത് കഴിഞ്ഞ് പുണ്യം ക്ഷയിച്ചാൽ തലകുത്തര താഴോട്ട്. എന്നാൽ ഇവൻ പഠിക്കുമോ? അതില്ല. പിന്നെയും യാഗം, പിന്നെയും പുണ്യം, പിന്നെയും സ്വർഗം. ഇതിങ്ങനെ ഗതാഗതം കാമകാമാലഭന്തേ. കാമകാമന്മാർ ഗതാഗതത്തെ നേടുന്നു. അങ്ങനെ ഒരു വഴി, ഒരു ശ്രുതി. ശ്രുതി പറഞ്ഞ വഴി. വേറൊന്ന് എന്താണ്? അനാവൃത്തി, തിരിച്ചു വരേണ്ടതില്ലാത്ത വഴി. അതാരാ? ബ്രഹ്മലോകപ്രാപ്തന്മാർ. അതെങ്ങനെയാ? അത് സമുച്ചയാനുഷ്ഠാനം കൊണ്ട്. അതായത് ദേവതാഭിഷേകമായ വിദ്യയും ഉപാസനയും കർമ്മവും ഒത്തുചേർത്തു. ഇപ്പോൾ പ്രാണാഭിഷേകമായിട്ടുള്ള പ്രാണോപാസനകളും കർമ്മങ്ങളും ഒത്തുചേർത്തു. അങ്ങനെ സമുച്ചയം ചെയ്ത് അനുഷ്ഠിച്ചാൽ പരമാവധി നേടാൻ പറ്റുന്ന ഫലം ബ്രഹ്മലോകമാണ്. എന്താ ബ്രഹ്മലോകത്തിൻ്റെ വിശേഷം? അവിടുന്ന് കുത്തര താഴത്തേക്ക് വരില്ല. ബ്രഹ്മണാ സഹമുച്യതേ, ബ്രഹ്മാവിനോട് കൂടെ അവർ മുക്തരാകുന്നു. അതുവരെ അചിന്ത്യങ്ങളായിരിക്കുന്ന സുഖങ്ങളൊക്കെ അനുഭവിച്ച് ബ്രഹ്മലോകത്തിൽ കഴിഞ്ഞ് ബ്രഹ്മാവ് മുക്തമാവുമ്പോൾ മുക്താവുന്നു. അതുവരെ അവിടെ താമസിക്കാം. അത് അനാവൃത്തിയുടെ മാർഗം. ഇങ്ങനെ 2 വഴികളാണ് ഉള്ളത്. അതാണ്, ഒന്ന് ദക്ഷിണായനം വഴിക്കും, മറ്റൊന്ന് ഉത്തരായണം വഴിക്കും. ഒന്ന് ആവൃത്തി, 2 അനാവൃത്തി. ഇതാണ് ഇതുവരെയുള്ള കർമ്മകാണ്ഡത്തിൻ്റെ പരമാവധി ഫലം. അല്ലാണ്ട് ഒരു കർമ്മത്തിൻ്റെ ഫലമായിട്ടും മോക്ഷം പറഞ്ഞിട്ടില്ല. അത് ശ്രദ്ധിക്കുക. ഇപ്പം കർമ്മങ്ങളുടെ ഫലമായിട്ട് മോക്ഷം ആരെങ്കിലും പറഞ്ഞാലോ, അത് ദുരിതങ്ങളിൽ നിന്നുള്ള മോക്ഷമായിരിക്കാം, അഥവാ നരകാദി ഫലപ്രാപ്തിയിൽ നിന്നുള്ള മോക്ഷമായിരിക്കാം. അല്ലാണ്ട് മോക്ഷാവില്ല. എന്തുകൊണ്ട്? നാസ്തി അകൃതകൃതേന. അകൃതമായിരിക്കുന്ന മോക്ഷം കൃതമായതിനെ കൊണ്ട് നേടുന്നതല്ല, നേടേണ്ടതല്ല. ഏത്? അതെ, കർമ്മ ഉപാസനയെ സമുച്ചയം ചെയ്താൽ. അതുകൊണ്ടാണ് ഇവിടെ നോക്കൂ, അതൊന്നുകൂടി വായിച്ചാൽ ശരിയാവും. വികൽപ്പ സമുച്ചയാനുഷ്ഠാന. അതൊന്ന് വികൽപ്പാനുഷ്ഠാനം, 2 സമുച്ചയാനുഷ്ഠാനം. വികൽപ്പാനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ വികൽപ്പം ചെയ്ത് പ്രത്യേകം മാത്രമുള്ളത്. സമുച്ചയം എന്ന് പറഞ്ഞാൽ 2ഉം ചേർത്തിട്ട്. അപ്പം വികൽപ്പാനുഷ്ഠാനം കൊണ്ട് ദക്ഷിണായനവും സമുച്ചിതാനുഷ്ഠാനം കൊണ്ട് ഉത്തരായണവും പരമാവധി ലഭിക്കാവുന്ന ഫലം. അവിടെയും പ്രത്യേകം ശ്രദ്ധിക്കണേ, യജമാനനാണിതൊക്കെ. കർമ്മഫലമാർക്കാ? യജമാനനാണ്. പിന്നെ അവാന്തര ഫലം മറ്റുള്ളവർക്കും ഉണ്ടാവും, ഇല്ലേ? അങ്ങനെയില്ല.
അവാന്തരഫലം മറ്റുള്ളവർക്കെന്ന് പറഞ്ഞാൽ അവാന്തരഫലം ഉണ്ടാവും, അതിപ്പോൾ എന്തായാലും ഉണ്ടാവും. മുഖ്യഫലം യജമാനന് തന്നെ, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് യജമാനം ചെയ്യണ ഫലം എനിക്കും അനുഭവിക്കണം എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. പിന്നെ ഓരോരോ കർമ്മത്തിൻ്റെ പ്രഭാവത്തിനനുസരിച്ച് കുറച്ചൊക്കെ മാറ്റം ഉണ്ടാവും ഇല്ലേ? ഒരാൾ തനിക്ക് തണുപ്പത്ത് ആ തണുപ്പ് അകറ്റാൻ വേണ്ടി ചെറിയൊരു ചൂട് തരുന്നൊരു സാധനം ഉപയോഗിച്ച് ചൂടായാൽ അത് ആ മുറിയിൽ മാത്രമേ ചൂട് ഉണ്ടാവൂ. കുറച്ച് നല്ലോണം തീയൊക്കെ ഇട്ടിട്ട് വിറകൊക്കെ ഇട്ടിട്ട് നല്ല തീ ജ്വലിപ്പിച്ചാൽ ചുറ്റുപാടുള്ളവർക്കും കൂടി കിട്ടും. അയാൾക്കുള്ള ഉദ്ദേശ്യമാണ്, അയാൾക്ക് വേണ്ടിയിട്ടാണ് അയാൾ ചെയ്യണമെന്ന് വെച്ചാലും അതിന് ചില ഫലങ്ങൾ അങ്ങനെ ഉണ്ട്, ഇല്ല പറയാൻ വയ്യ. അത്തരം കർമ്മഫലാനുഭവത്തിന് സമാന അനുഭവം വേണ്ടവർ ഒത്തുകൂടുകയും ചെയ്യും. അതും എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. സമാന കർമ്മഫലാനുഭവം വേണ്ടവർ എങ്ങനെയെങ്കിലും ഒത്തുകൂടും. അതുകൊണ്ട് ഈ കർമ്മകാണ്ഡത്തിൻ്റെ പരമാവധി ഫലം സമുച്ചയാനുഷ്ഠാനം കൊണ്ട് നേടാവുന്നത് ബ്രഹ്മലോക പര്യന്തമാണ്, അനാവൃത്തിയാണ്. അത ഊർധ്വം ഇനി അതിനപ്പുറത്തേക്കോ ഫലനിരപേക്ഷ ജ്ഞാനകർമ്മ സമുച്ചയാനുഷ്ഠാനാത് കൃതാത്മസംസ്കാരസ്യ ഉച്ഛിന്നാത്മജ്ഞാന പ്രതിബന്ധകസ്യ ദ്വൈതവിഷയദോഷദർശിനഃ നിർജ്ഞാത അശേഷബാഹ്യ വിഷയത്വാത് സംസാരബീജം അജ്ഞാനം ഉച്ഛിച്ചിത്തതഃ പ്രത്യേകാത്മവിഷയജിജ്ഞാസോ കേനേഷിതം ഇതി ആത്മസ്വരൂപതത്വവിജ്ഞാനായ അയം അധ്യായഃ ആരഭ്യതേ. അപ്പോൾ പൊതുവെ ഈ കർമ്മത്തിൻ്റെ ഫലവിഷയം പറഞ്ഞിട്ടുള്ളത് എങ്ങനെയൊക്കെയാണെന്ന് ഒന്ന് ചിന്തിക്കാം. ഒന്ന്, സകാമമായ ശാസ്ത്രീയമായ കർമ്മത്തിൻ്റെ ഫലം. രണ്ട്, സകാമമായ അശാസ്ത്രീയമായ കർമ്മത്തിൻ്റെ ഫലം. മൂന്ന്, നിഷ്കാമമായ കർമ്മത്തിൻ്റെ ഫലം. അങ്ങനെ മൂന്നായി നമുക്ക് തിരിക്കാം. ആദ്യം സകാമമായ കർമ്മത്തിൻ്റെ ഫലം. അപ്പം സകാമമായതിനെ നമുക്ക് രണ്ടാക്കി തിരിക്കാം. ഒന്ന് ശാസ്ത്രീയം, രണ്ട് അശാസ്ത്രീയം. ശാസ്ത്രീയം എന്ന് പറഞ്ഞാൽ ശാസ്ത്രവിധിക്ക് അനുസരിച്ച് പൂർവാചാര്യന്മാർ വേദം ഉപദേശിച്ചതിനനുസരിച്ച് ചെയ്താൽ അതത് കർമ്മഫലം ലഭിക്കും, ഉറപ്പാ. ലഭിക്കുമോ? ഉറപ്പ് ലഭിക്കും. അസത്യം പറഞ്ഞിട്ടില്ല ഋഷീശ്വരന്മാർ, പറയുകയില്ല. അപ്പം ഇന്ന ഫലം എന്നുള്ള ലക്ഷ്യത്തിൽ ശ്രദ്ധയോടുകൂടി കർമ്മം ചെയ്താൽ അത് ലഭിക്കും. ഇപ്പം ശാസ്ത്രീയമായ സകാമകർമ്മത്തിന് അതത് കാമപ്രാപ്തിയാണ് ഫലം. ഈ വൈദിക കർമ്മത്തെ സംബന്ധിച്ച് യജമാനാണേ ഫലം പറയേണ്ടത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വൈദിക കർമ്മങ്ങൾക്കൊക്കെ യജമാനാ ഫലം. പിന്നെ കൂട്ടത്തിൽ ആവാം, അത്രയേ ഉള്ളൂ. രണ്ടാമത്തത് സകാമമായ അശാസ്ത്രീയമായ കർമ്മം. എന്താ ഫലം? അധോഗതി. അധോഗതി. അശാസ്ത്രീയമായിട്ട് എന്ത് ചെയ്താലും അധോഗതിയാണ് ഫലം. താഴേക്ക് പോവുക. ആര് പിടിച്ചിട്ട് നിൽക്കാത്ത വിധം ജീവിതത്തിൽ അധപ്പതിച്ചു പോവുക. ഇനി നിഷ്കാമമായ കർമ്മത്തിൻ്റെ ഫലം ഒരു സംശയമില്ല, ചിത്തശുദ്ധിയാണ്. നിഷ്കാമമായ കർമ്മത്തിൻ്റെ ഫലം ചിത്തശുദ്ധിയാണ്. എത്ര നിഷ്കാമ ഭാവനയോടെ നമുക്ക് ഏത് പ്രവൃത്തി ചെയ്താലും അതുകൊണ്ട് ശുദ്ധി ഉണ്ടാവും, അന്ധകരണ ശുദ്ധി ഉണ്ടാവും.
അങ്ങനെ അന്ധകരണ ശുദ്ധി ഉണ്ടാവുമ്പോഴോ തത്വജിജ്ഞാസ ഉണ്ടാവും. ഇങ്ങനെയാണ് വേദത്തിൽ കർമ്മഫല നിരൂപണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ വിഷയം വളരെ വിശദമായി കേനോപനിഷത്തിൻ്റെ തന്നെ പദഭാഷ്യത്തിൽ ഭഗവാൻ ഭാഷ്യകാരൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ പറയുകയാണ്, കർമ്മ ആചരണവും ഉപാസനയും ചേർത്താൽ പരമാവധി ലഭിക്കാനുള്ള ഫലം ബ്രഹ്മലോകമാണെന്ന് പറഞ്ഞു. എന്നാൽ അത് തന്നെ നിഷ്കാമമായിട്ട് ആചരിക്കാമെങ്കിലോ? നിഷ്കാമമായിട്ട് ആചരിക്കുക എന്ന് പറയാൻ എളുപ്പമാണ്, ആചരിക്കാൻ അത്ര എളുപ്പമല്ല. കാരണം കർമ്മത്തോട് ചേർന്ന് കാമം വരിക തന്നെ ചെയ്യും. എനിക്കിന്നത് എന്ന് തന്നെ വരും. എന്നാൽ നിഷ്കാമമായി അനുഷ്ഠിക്കാൻ കഴിഞ്ഞാൽ പറയാണ്, ഫലനിരപേക്ഷ ജ്ഞാന കർമ്മ സമുച്ചയാത്. ഫലനിരപേക്ഷമായി കർമ്മവിഷയകമായ ജ്ഞാനത്തെയും കർമ്മത്തെയും സമുച്ചയം ചെയ്ത് അനുഷ്ഠിക്കാമെങ്കിൽ എന്ത് സംഭവിക്കും? കൃത ആത്മസംസ്കാരസ്യ, അന്ധക്കരണം സംസ്കൃതമായി തീരും. മാലിന്യങ്ങൾ നീങ്ങിപ്പോകും. മനസ്സിൽ നിന്ന്, ബുദ്ധിയിൽ നിന്ന് മാലിന്യങ്ങൾ നീങ്ങിപ്പോകും. അങ്ങനെ ആത്മസംസ്കരണം സംഭവിക്കും. അങ്ങനെ ആത്മസംസ്കരണം സംഭവിച്ചാലോ ഉച്ഛിന്ന ആത്മജ്ഞാന പ്രതിബന്ധകസ്യ, ആത്മജ്ഞാനത്തിനുള്ള പ്രതിബന്ധങ്ങളില്ലാണ്ടാവും. ആത്മജ്ഞാനത്തിനുള്ള തടസ്സങ്ങൾ താനേ നീങ്ങിപ്പോവും. അപ്പോൾ ആത്മജ്ഞാനത്തിന് തടസ്സമുണ്ട് എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ നിഷ്കാമമായി കർമ്മം ചെയ്തോളൂ എന്നാ, സേവ ചെയ്തോളൂ, ഈശ്വര പൂജ ചെയ്തോളൂ, സൽക്കർമ്മങ്ങൾ ചെയ്തോളൂ. എങ്ങനെ? നിഷ്കാമമായിട്ട്. അയ്യോ സ്വാമി നിഷ്കാമമായി ചെയ്യാൻ വയ്യല്ലോ. അപ്പോൾ ഈ നിഷ്കാമമായി ചെയ്യാനുള്ള ഉപായം പറഞ്ഞു തരും ഭഗവാൻ. ഈശ്വരാർപ്പണമായിട്ട് ചെയ്തോളൂ, എന്നാ പ്രശ്നങ്ങൾ, ഈശ്വര പൂജയായിട്ട് ചെയ്തോളൂ. അങ്ങനെ ഈശ്വര പൂജാപരമായി കർമ്മങ്ങളെ ആചരിക്കുമ്പോൾ അത് നിഷ്കാമകർമ്മമായി മാറും. അങ്ങനെ നിഷ്കാമകർമ്മത്തെ ഈ ഉപാസനയുമായിട്ട് സമുച്ചയം ചെയ്താൽ ബ്രഹ്മലോകമല്ല, പിന്നെ ഏതാണ്? അന്ധക്കരണ ശുദ്ധിയാണ്, ആത്മസംസ്കരണമാണ്. അങ്ങനെ ആത്മസംസ്കരണം നടക്കുമ്പോഴോ ആത്മജ്ഞാന പ്രതിബന്ധങ്ങൾ നീങ്ങിപ്പോകും. അങ്ങനെ ആത്മജ്ഞാന പ്രതിബന്ധം നീങ്ങിയ ആൾക്ക് ദ്വൈത വിഷയ ദോഷദർശിനഃ, ദ്വൈത വിഷയങ്ങളിൽ ദോഷം മെല്ലെ മെല്ലെ കാണാൻ തുടങ്ങും. ഇന്നലെ വരെ വലിയ കേമമെന്ന് മനസ്സിലാക്കി എന്തിൻ്റെയൊക്കെ പിന്നാലെ വട്ടം കറങ്ങിയോ? ഏതൊക്കെയാ? പുത്രേഷണ, വിത്തേഷണ, ലോകേഷണ. എൻ്റെ മക്കള്, എൻ്റെ ധനം, എൻ്റെ ലോകം. ലോകം എന്ന് പറഞ്ഞാൽ പേര്, പ്രശസ്തി, സ്ഥാനമാനങ്ങൾ, അത് ഇതൊക്കെ വരും. മക്കൾ എന്ന് പറഞ്ഞാൽ മക്കൾ, പത്നി, പതി, അങ്ങനത്തെ ഒക്കെ വരും. പിന്നെ ചില്ലാനം, എൻ്റെ സമ്പത്ത്, എൻ്റെ സ്വത്ത്, ഇങ്ങനെ കണ്ടിട്ടുള്ള അവയൊക്കെ കൊഴിഞ്ഞു പോവുക. ഇതാണ്, ഇതൊന്നും പാരമാർത്ഥികമായ സമ്പത്തല്ല എന്ന് ബോധിച്ചു. ഇതൊക്കെ താൽക്കാലികം മാത്രമാണ്. പാരമാർത്ഥികമായ സമ്പത്തിന് വാസ്തവത്തിൽ ഇവ തടസ്സങ്ങൾ കൂടി ആണ് എന്ന് ബോധിച്ചു. അതാണ് ദ്വൈത വിഷയ ദോഷദർശിയായി മാറി. ദ്വൈത വിഷയങ്ങളിലൊക്കെ ദോഷം കണ്ടു. അപ്പം അങ്ങനെ ആൾക്കാ നിർജ്ഞാത അശേഷ ബാഹ്യ വിഷയത്വാ, ബാഹ്യവിഷയങ്ങളെല്ലാം പൂർണ്ണമായും തന്നെ അതിൽ നിന്നൊക്കെ വിരക്തനായി മാറി. നിർജ്ഞാതം എന്നുള്ളത് നിശേഷേണ ജ്ഞാതമായ എന്നർത്ഥം വരുമെങ്കിലും ഇത്രയേ ഉള്ളൂ എന്നുള്ള ലാഘവത്വം തോന്നുന്നതിനെയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ആൾക്ക് സംസാരബീജമായിരിക്കുന്ന അജ്ഞാനത്തെ
ഉച്ഛിച്ഛിത്തത. ഉച്ഛിച്ഛിത്തെന്ന് പറഞ്ഞാൽ ഉച്ഛേദനം ചെയ്യാൻ ഇച്ഛിക്കുന്നവൻ, മുറിക്കാൻ ഇച്ഛിക്കുന്നവൻ. അങ്ങനെയുള്ള ആൾക്ക് ഈ സംസാരബന്ധനത്തെ മുഴുവൻ ഇല്ലാതാക്കണം, സംസാര ബീജമായ അജ്ഞാനത്തെ ഇല്ലാതാക്കണമെന്ന് ഇച്ഛിക്കുന്നവൻ. അങ്ങനെയുള്ളവന് പ്രത്യേകാത്മവിഷയ ജിജ്ഞാസോഹോ, അയാൾ പ്രത്യേകാത്മവിഷയ ജിജ്ഞാസുവാകും. എന്താണ് പ്രത്യേകാത്മാവിൻ്റെ സ്വരൂപം എന്നറിയാൻ ഇച്ഛയുള്ളവനായി തീരും. ക്രമമായിട്ട് വന്നതാണ്, ഓർമ്മിക്കണം. അങ്ങനെയുള്ള ആൾക്ക് പ്രത്യേകാത്മവിഷയ ജിജ്ഞാസുവിന് അയാളുടേതാണ്, അയാൾ ചോദിക്കുന്നതാണ് കേനേഷിതം ഇതി ആത്മസ്വരൂപതത്വവിജ്ഞാനായ അയം അധ്യായ ആരഭ്യതേ. അങ്ങനെയുള്ള ആത്മതത്വ ജിജ്ഞാസുവിന് വേണ്ടിയിട്ടാണ് കേനേഷിതം എന്ന് തുടങ്ങുന്ന ഈ അധ്യായം ആരംഭിക്കുന്നത്. സകാമന്മാർക്ക് അവിടെ, സകാമന്മാർ വേണ്ടെന്നൊന്നും പറയരുത്, സകാമന്മാർ ആവശ്യമാണ്. അവർക്ക് നേരത്തെ പറഞ്ഞു, അവരവിടെ പോയി ആ ക്ലാസ്സിൽ പോയി പഠിക്കുക. ഏത് 8-ാം അധ്യായം വരെയുള്ള ഭാഗം അത് പഠിക്കേണ്ടതാണ്. എനിക്ക് മക്കൾ വേണം എന്നുണ്ടെങ്കിൽ അതിനുള്ള പണി നോക്കണം, വിവാഹാദി സംസ്കാരം ചെയ്യണം. വിവാഹം ചെയ്തു സ്വാമി, മക്കളില്ല, അപ്പോഴാണ് ചികിത്സകൾ ചെയ്യണം. ചികിത്സകളും ചെയ്തു, അപ്പോഴാണ് പിന്നെ ഇഷ്ടിയിലേക്കൊക്കെ പോവുക. പുത്രകാമേഷ്ടി തുടങ്ങിയ യാഗങ്ങളിലേക്കൊക്കെ പോയി. അങ്ങനെ നോക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ മറ്റ് പല ഉപായങ്ങളും ഉണ്ട്. അത്തരം ഉപായങ്ങളെ സ്വീകരിക്കണം. അവിടെ ദത്തുപുത്രരായിക്കോട്ടെ, അനുജ്ഞാതപുത്രന്മാരായിക്കോട്ടെ, അങ്ങനെ പലതും ചിന്തിക്കേണ്ടതുണ്ട്. കാരണം അതൊക്കെ ഒരുതരം സ്വത്തിൻ്റെ പിന്തുടർച്ചയ്ക്കായിട്ട് ബന്ധപ്പെട്ട വിഷയമാണല്ലോ അപ്പോൾ അത്, ഇല്ലേ? അല്ല, വിത്തുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ ഇപ്പോൾ അത് മക്കളൊക്കെ? എന്താ അഭിപ്രായം? അല്ല, അതെ, സംശയമില്ല. ഇത് ഒരു മൊത്തത്തിലൊരു കെട്ടുപാടാപ്പോൾ അതൊക്കെ. പണം, സ്വത്ത്, അപ്പോൾ ഇതാരാ പിന്നെ ഉണ്ടാവുക? അപ്പം മക്കൾ വേണം. ശരി, മക്കളാക്കി. ഇനിയിപ്പോൾ എന്താ വേണ്ടോ? പുത്രേണയം ലോകോ ജയ്യ, മക്കളെ കൊണ്ട് ഈ ലോകം ജയിക്കണം. അപ്പോൾ ഈ ലോകം ജയിക്കണമെങ്കിൽ മക്കൾ വേണം, അത് ഓർമ്മിക്കുക. അങ്ങനെ ഈ ലോകം ജയിച്ചു, മക്കളായി, ഈ ലോകമൊക്കെ ജയിച്ചു. ഈ ലോകം ജയിച്ചപ്പോഴാണ് അടുത്ത ചിന്ത, ഇനിയിപ്പോൾ എന്താ ലോകമുള്ളത്? കർമ്മണ പിതൃലോക, കർമ്മം കൊണ്ട് പിതൃലോകം നേടണം. ഇതിൻ്റെ പുണ്യം ഫലമായിട്ട് ദക്ഷിണായന ഉപലക്ഷിതമായിരിക്കുന്ന സ്വർഗാദി ലോകങ്ങളെ നേടണം. ശരി, അതുമായി. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? ഇനി ദേവലോകം. അതിനെന്താ വിദ്യ? വിദ്യയാ ദേവലോക, അതിന് ഉപാസന ചെയ്ത് ദേവലോകം നേടിക്കൊള്ളൂ. ശരി, അതുമായി. ഇനിയോ? അപ്പോഴാണ് ചിന്തിക്കുന്നത്, കിം പ്രജയാ കരിഷ്യാമോ, ഈ സന്താനത്തെ കൊണ്ട് ഞാൻ എന്തു ചെയ്യും? യേഷായം നോ യേഷായം ന ആത്മലോക, ഈ ആത്മലോകം ഈ സന്താനത്തെ കൊണ്ട് കിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ അത് ഉപലക്ഷണാർത്ഥത്തിലെടുത്ത് ഈ 3 ലോകങ്ങൾക്കും കാരണമാകില്ലല്ലോ. ഈ 3 ലോകങ്ങൾ നേടിയാലും ആത്മലോകത്തിന് കാരണമാവില്ല എന്ന് ബോധിച്ചു. അപ്പോഴാണ് ഇത്രയും കാലം ഞാൻ ഈ പണിയെടുത്തൊക്കെ എന്തിനായിരുന്നു എന്ന് ചിന്തിക്കുന്നു. പക്ഷെ ആ ചിന്ത വരണമെങ്കിൽ ഇത്രയും കാലം പണിയെടുക്കണം, അല്ലേ? എന്നാലേ അത് വരുള്ളൂ. അപ്പം പിന്നെ തേഭ്യോ വ്യുത്ഥായ, ഇവ 3-ൽ നിന്നും ഉയർന്നിട്ട്, ഈ തേഭ്യോ വ്യുത്ഥായ എന്ന് പറഞ്ഞാൽ പുത്രൈഷണായാശ്ച വിത്തൈഷണായാശ്ച ലോകൈഷണായാശ്ച വ്യുത്ഥായ, 3 വിധ ഏഷണകളിൽ നിന്ന്, പുത്രേഷണ, വിത്തേഷണ, ലോകേഷണ, 3 ഏഷണകളിൽ നിന്നും ഉയർന്നിട്ട് സന്യസിക്കുന്നു എന്നാണ്. അപ്പോഴാ താൻ തന്നെ തേടുന്നത്. ഓ, ഞാനൊന്ന് മറന്നുപോയല്ലോ. എന്ത്?
എന്താ മറന്നുപോയത്? എന്നെ മറന്നുപോയി. ബാക്കി എല്ലാത്തിനും വേണ്ടിയുള്ള ഓട്ടത്തിൽ എന്നെ ഞാൻ മറന്നുപോയി. എന്തൊരു ത്യാഗം എന്നാലോചിച്ച് നോക്കൂ. അത്ര വലിയ ത്യാഗം പറയില്ല. ശരിയല്ല? ഏറ്റവും വലിയ ത്യാഗം അതാണ്. ഞാൻ പടത്തിൻ്റെ പിന്നാലെ പോയി, പെണ്ണിൻ്റെ പിന്നാലെ പോയി, ആണിൻ്റെ പിന്നാലെ പോയി, സ്ഥാനമാനങ്ങളുടെ പിന്നാലെ പോയി, അതിനു വേണ്ടി പരിശ്രമിച്ചു, ഇതിനു വേണ്ടി പരിശ്രമിച്ചു. അങ്ങനെ പരിശ്രമിച്ച് ഒടുവിലാണ് തിരിച്ചറിയണത് ഞാൻ എന്നെ മറന്നു, ഞാൻ ആര് എന്ന് ആലോചിച്ചില്ല, ഞാൻ എന്തിനു ജനിച്ചു, എന്താ ഇപ്പം എൻ്റെ ജന്മലക്ഷ്യം, ഇതൊക്കെ വിസ്മരിച്ചു പോയി. എല്ലാം തട്ടിക്കളഞ്ഞു. ഇന്നലെ വരെ പ്രസക്തമായതെല്ലാം തട്ടിക്കളഞ്ഞു. ഒരു പോക്കാണ് അല്ലേ? അതെ, അതാണ് അങ്ങനെയുള്ള ആൾക്കുള്ളതാണ് ഇത് പ്രത്യേകാത്മവിഷയ ജിജ്ഞാസു. ആരാണ് ഞാൻ, എൻ്റെ സ്വരൂപം എന്താണ് എന്നറിയാൻ ഇച്ഛിക്കുന്ന ആൾക്ക്, അതാണ് പ്രത്യേകാത്മവിഷയ ജിജ്ഞാസു. ജിജ്ഞാസു ജ്ഞാതും ഇച്ഛുഹു, അറിയാൻ ഇച്ഛിക്കുന്നവൻ, തൻ്റെ സ്വരൂപം എന്താണെന്ന് അറിയാൻ ഇച്ഛിക്കുന്നവൻ. അങ്ങനെ ഇച്ഛിക്കുന്നവനുള്ളതാണ് കേനേഷിതം ഇതി ആത്മസ്വരൂപതത്വവിജ്ഞാനായ അയമധ്യായ. അങ്ങനെ ആത്മസ്വരൂപ തത്വ പ്രതിപാദനത്തിന് വേണ്ടിയാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. പ്രത്യേകാത്മ ജിജ്ഞാസുവിന് ആര് ഞാൻ എന്നന്വേഷിക്കുന്ന ആൾക്കുള്ളതാണിത്. അതുവരെ നമ്മൾ അന്വേഷിക്കുന്നതൊക്കെ പുറം ലോകത്തിലെ വിഷയങ്ങളെയാണ്. അതെന്ത്, അവിടെ എന്താ ഉള്ളത്, അപ്പുറത്ത് എന്താ ഉള്ളത്. ഈ ലോകം അറിഞ്ഞു ആദ്യം, പുത്രേണ അയം ലോകോ ജയ്യഹ, ഈ ലോകം അറിഞ്ഞു. അത് കഴിഞ്ഞാൽ പിതൃലോകം, അവിടെ എന്താ ഉള്ളത്, അവിടുത്തെ ഒക്കെ അറിഞ്ഞു. അപ്പോൾ ദേവലോകം, അവിടുത്തെ അറിഞ്ഞു. ഇനിയിപ്പോൾ ലോകങ്ങളുണ്ടോ? ഇല്ല. ഇതൊന്നും ഇനിയിപ്പോൾ ഇതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് മനസ്സിലായി. കാര്യമില്ല എന്ന് മനസ്സിലായപ്പോൾ മെല്ലെ തിരിഞ്ഞു. അപ്പോഴാ തൻ്റെ അടുത്തേക്ക് തിരിയണം. അങ്ങനെ തിരിയുന്നവർക്കുള്ളതാണ് കേനേഷിതം ഇത്യാദ്യ ഉപനിഷത്ത്. കേനേഷിതം എന്ന് തുടങ്ങുന്ന ഉപനിഷത്ത് അങ്ങനെയുള്ളവർക്കുള്ളതാണ്. ഇത് കേവലം കേനോപനിഷത്തല്ല, ഉപനിഷത്തിനെല്ലാം ഇങ്ങനെ തന്നെയാണ്. ചിന്തിക്കുക. ദേവനാഗരി ഉള്ളവർ വാങ്ങണ്ട, അല്ലാത്തവർ. ഉള്ളവർ വാങ്ങണ്ടേ. സംശയമൊക്കെ വൈകുന്നേരമാണ്. അവിടെ അനന്തരം എന്ന അർത്ഥമേ എടുക്കണ്ടു. അപ്പോൾ മനസ്സിലാക്കുക, ഒരാൾ ഈ ലോകകാമനായിരിക്കുമ്പോൾ അതിനു വേണ്ട വിഭവങ്ങളെ സമാഹരിക്കുന്നു, അതിലവൻ സംതൃപ്തനാണ്. അത് കഴിഞ്ഞാൽ പിതൃലോകകാമനായി അതിനുള്ള പണിയെടുത്തു. എന്താ പണി? സത്കർമ്മങ്ങൾ ചെയ്യുക. കർമ്മണ പിതൃലോക. ശരി, അത് കഴിഞ്ഞ് അതിനപ്പുറത്തുള്ളത് ആലോചിച്ചു. മനുഷ്യൻ എപ്പോഴും ഇങ്ങനെ മുകളിലേക്കാണല്ലോ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദേവലോകമായി, അത് ഉപാസനയാണ് അതിനുള്ള വഴി മനസ്സിലാക്കി. അപ്പോൾ പിന്നെ നോക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ നിസ്സാരതയും മനസ്സിലായി. ഇത്രയേ ഉള്ളൂ എന്ന്.
ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ ഇപ്പം ചെയ്താലും ഇത്രയേ കിട്ടാനുള്ളൂ. ദേവലോകത്തിൽ ദേവേന്ദ്രനായാലും അസൂയയും കുശുമ്പും ഒന്നും പോണില്ല. പിന്നെയും വേണം എന്നുള്ള ആഗ്രഹം. ആരെങ്കിലും യജ്ഞം ചെയ്ത് ഉയരാൻ ആഗ്രഹിക്കുമ്പോൾ മൂപ്പരത് മുടക്കാൻ പോവുകയായി. അത് ആലോചിച്ച് നോക്കൂ. ഇത്ര ഉയർന്ന പദവിയിൽ എത്തിയിട്ടും കാര്യമില്ല എന്ന് പഠിപ്പിക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇതൊക്കെ ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാലോ സംസാരമേവ നിസ്സാരം, ഈ സംസാരം നിസ്സാരമാണെന്ന് മനസ്സിലാക്കി. അപ്പം പിന്നെ സാരം എന്താന്നുള്ള അന്വേഷണമായി. അങ്ങനെ സാരം എന്താണെന്ന് അന്വേഷണം ചെയ്യുന്നവർ സാരദിദൃക്ഷയാ, സാരത്തെ കാണുന്നതിനുള്ള ഇച്ഛയോടുകൂടി പ്രവ്രജന്തി, സന്യസിക്കുന്നു. ആര്? അകൃതോദ്വാഹ, കല്യാണം കഴിച്ചിട്ടില്ലാത്തവർ. എന്താ ഇതൊക്കെ കഴിഞ്ഞിട്ട് നേടുന്നതിനൊക്കെ നല്ലതല്ലേ ആദ്യം അന്വേഷിച്ച് പോണത്? ഇതൊക്കെ കഴിഞ്ഞ് അവസാനം ഇതുവരെ ചെയ്തൊക്കെ വെറുതെ ആയിപ്പോയല്ലോ സ്വാമി. ശരി, ആദ്യം തുടങ്ങാം എന്ന് പറഞ്ഞു. അപ്പം എത്രയായി വയസ്സ്? കുറച്ച് വിരക്തിയൊക്കെ വരുന്നുണ്ട് സ്വാമി, ഞാൻ കുറച്ച് ഉപനിഷത്തൊക്കെ പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അല്ല അപ്പം ചെവി കേൾക്കുമോ? കാരണം അതെ കഷ്ടിയാണ്. എന്നാൽ പിന്നെ ആദ്യം ആലോചിച്ചുകൂടെ ഇരുന്നോ? ഗുരുനാഥൻ്റെ അടുത്ത് പോയി, ഗുരുനാഥൻ മഹാവാക്യം എന്താ പറഞ്ഞത് കേട്ടില്ലല്ലോ. അപ്പോൾ ഇയാൾ മൈക്ക് വെച്ചിട്ടാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞു കൊടുക്കണം. അതൊക്കെ കഷ്ടമല്ലേ? അപ്പം എന്ത് വേണം? അകൃതോദ്വാഹ, വിവാഹം കഴിക്കുന്നതിന് മുമ്പുള്ളവർ പ്രവ്രജന്തി, സന്യസിക്കുന്നു. പരം വൈരാഗ്യമാശ്രിതാഹ, പരമമായ വൈരാഗ്യത്തെ ആശ്രയിച്ചവർ. ഇതൊക്കെ ഉപനിഷത്തിൻ്റെ വാക്യങ്ങളാണ്. ഇനിയിപ്പോൾ നിങ്ങളെ കൂട്ടത്തിൽ കല്യാണം കഴിക്കാത്ത ആളെ സന്യസിപ്പിക്കാൻ വേണ്ടി സിദ്ധാന്തപുര സ്വാമി പറയുകയാണെന്ന് ആർക്കും തോന്നണ്ട. ഉപനിഷത്ത് വാക്യങ്ങളാണ് ഈ പറയണത്. നമുക്കെല്ലാവരും കൃതാർത്ഥതയുടെ വഴിയാണ് വേണ്ടത്. അവിടെ കൃതാർത്ഥം ഉണ്ടാവും, ചെയ്തോളൂ, ഒരു വിരോധമില്ല. പക്ഷെ ഉണ്ടാവണം. വെറുതെ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രേ വിഷയമുള്ളൂ. നമ്മളോട് തന്നെ ഒരു നീതി ഇല്ലേ പുലർത്തണം. ഇവിടെ സുഖം തന്നെ എന്ന് എഴുതുമ്പോൾ ഇപ്പം കത്തെഴുതാത്തതുകൊണ്ട് കുഴപ്പമില്ല. പണ്ടാണെച്ചാൽ കത്തെഴുതുമ്പോൾ ആദ്യത്തെ വാചകം അതാണ്, ഇവിടെ സുഖം തന്നെ അവിടെയും സുഖമെന്ന് കരുതുന്നു. രണ്ടും ഇല്ലയെന്നറിയാം. ഇവിടെ ഒരു സുഖവും ഇല്ലയെന്ന് എനിക്കറിയാം. പക്ഷെ അതെങ്ങനെയാണ് അമ്മയ്ക്ക് എഴുതുക, അച്ഛനെഴുതുക? അതുകൊണ്ട് എഴുതും കള്ളത്തരം. ഇവിടെ സുഖം തന്നെ അവിടെ ഒരു സുഖമില്ലാന്ന് എനിക്കറിയാം. കാരണം ഞാൻ അവിടെ നിന്നാണല്ലോ അങ്ങോട്ട് പോന്നിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ കോലാഹലവും എല്ലാം ഞാൻ അനുഭവിച്ചതാണ്. അപ്പോൾ അവിടെ ഒരു സുഖമില്ലാതെ എനിക്ക് അറിയാമെങ്കിലും ഞാൻ എഴുതും അവിടെ സുഖമെന്ന് കരുതുന്നു. ഇത് ആത്മവഞ്ചനയാണ്. അപ്പം അതുകൊണ്ട് അകൃതോദ്വാഹ പ്രവ്രജന്തി, വിവാഹം കഴിക്കാത്തവർ സന്യസിക്കണു. പക്ഷെ അത് വളരെ ചുരുക്കം പേരേ ഉണ്ടാവുള്ളൂ. ബഹുഭൂരിപക്ഷത്തിൻ്റെയും വഴി ഇതാ. യാഗങ്ങളൊക്കെ ചെയ്ത് സ്വർഗം നേടി. അങ്ങനെ കാലം കഴിഞ്ഞപ്പോൾ മനസ്സിലായി, അപ്പം പിന്നെ ജ്ഞാനയുക്തമായി നിഷ്കാമമായിട്ട് അനുഷ്ഠിച്ച് ചിത്തശുദ്ധി നേടി. ആ ചിത്തശുദ്ധിയിലൂടെ തത്വത്തെ അറിയാനുള്ള പ്രതിബന്ധങ്ങൾ നീങ്ങി. അങ്ങനെ പ്രതിബന്ധം നീങ്ങിയ ആൾ എന്താണ് പ്രത്യേകാത്മതത്വം എന്നുള്ളത് അന്വേഷിക്കുന്നു. ആ അന്വേഷകനുള്ളതാണ് കേനേഷിതം ഇത്യാദി ഉപദേശഭാഗം. വ്യക്തമാണല്ലോ. തേനച്ച മൃത്യുപദം അജ്ഞാനം ഉച്ഛേത്തവ്യം തത്തന്ത്രോഹി സംസാരഃ യതഃ അനധികതത്വാത് ആത്മനഃ യുക്ത തദധികമായ തദ്വിഷയ ജിജ്ഞാസ. തേന ച മൃത്യുപദം അജ്ഞാനം ഉച്ഛേത്തവ്യം തത്തന്ത്രഃ ഹി സംസാരഃ യതഃ അനധികതത്വാത് ആത്മനഃ
യുക്ത തദധികമായ തദ്വിഷയ ജിജ്ഞാസ. അപ്പം ഇവിടെ ഈ ഒരു വിഷയം എഴുതുന്ന സമയത്ത് നിശ്ചയമായും ഭഗവാൻ ഭാഷ്യകാരൻ്റെ മനസ്സിൽ ഈശാവാസ്യ ഉപനിഷത്തിലും ബൃഹദാരണ്യക ഉപനിഷത്തിലും മറ്റും പറഞ്ഞിട്ടുള്ള ഈ സമുച്ചയ വിധി വന്നിട്ടുണ്ടാവും. കാരണം ഇവിടെ സമുച്ചയാനുഷ്ഠാനം കൊണ്ടാണല്ലോ ഉത്തര ഗതി പറയുന്നത്. ബ്രഹ്മലോക പര്യന്തമുള്ള ഉത്തരഗതി, ഉത്തരായണം പറയുന്നത് കർമ്മോപാസനകളുടെ സമുച്ചയം കൊണ്ടാണ്. അത് തന്നെ നിഷ്കാമമായി ചെയ്യുമ്പോഴാണ് ചിത്തശുദ്ധിയും തത്വജ്ഞാന തടസ്സം നീങ്ങുന്നതും ജിജ്ഞാസ ഉദിക്കുന്നതുമെല്ലാം. അപ്പോൾ ഇതെഴുതുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ സമുച്ചയവാദമായിരിക്കും മനസ്സിലുണ്ടാവുക. ഏതാണ് സമുച്ചയവാദം? വിദ്യാം ച യസ്തദ് വേദോ ഭയം സഹ അവിദ്യയാ മൃത്യും തീർത്വാ വിദ്യയാമൃതമശ്നുതേ. ഇതാണ് മന്ത്രം. ഇത് ഈശാവാസ്യ ഉപനിഷത്തിലുണ്ട്, ബൃഹദാരണ്യകത്തിലുണ്ട്. അവിടെ കർമ്മത്തെയും ഉപാസനയെയും സമുച്ചയം ചെയ്ത് അനുഷ്ഠിച്ചാൽ, അഥവാ കർമ്മവിഷയകമായ ജ്ഞാനത്തെയും കർമ്മത്തെയും സമുച്ചയം ചെയ്ത് അനുഷ്ഠിച്ചാൽ രണ്ടിൻ്റെയും ഫലം പ്രാപിക്കും. എല്ലാ പരിമിതത്വങ്ങളാകുന്ന മൃത്യുവേയും തരണം ചെയ്ത് ആപേക്ഷികമാകുന്ന അമൃതത്വത്തെ നേടും എന്ന് പറഞ്ഞിരിക്കുക. ആപേക്ഷികം എന്നുള്ളത് നമ്മൾ കൂട്ടിച്ചേർത്തതാണ്. വിദ്യ അമൃതമശ്നുത എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ അവിടെ വിശദമായി ഭാഷ്യകാരൻ ചിന്തിക്കുന്നുണ്ട്, സമുച്ചയം ചെയ്ത് അനുഷ്ഠിക്കാവുന്ന കർമ്മം കൊണ്ട് അമൃതത്വം ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ പറയുന്ന അമൃതത്വം പാരമാർത്ഥികമാണോ? അല്ല. എന്തുകൊണ്ടല്ല? കേവലമായ ആത്മജ്ഞാനം കർമ്മത്തോടുകൂടെ സമുച്ചയം ചെയ്യാൻ പറ്റില്ല. ഒന്നുകൂടി പറയാം, കേവലമായ ആത്മജ്ഞാനം കർമ്മത്തോടുകൂടി സമുച്ചയം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സമുച്ചയം ചെയ്യപ്പെടുന്ന ജ്ഞാനം ആത്മജ്ഞാനമല്ല, ദേവതാഭിഷേകമായ ജ്ഞാനമാണ്, ഉപാസനാജ്ഞാനമാണ്. അത് സമുച്ചയം ചെയ്യാം. ചോദ്യം, എന്തുകൊണ്ട് ആത്മജ്ഞാനം സമുച്ചയം ചെയ്യാൻ പറ്റില്ല? ചോദ്യം. മറുപടി, കർമ്മങ്ങളിലൊക്കെ തന്നെ ഫലകാമനയോട് കൂടിയിട്ടാണ് അനുഷ്ഠിക്കുന്നത്. ഇന്ന ദേശത്ത് ഇന്ന കാലത്ത് ജീവിക്കുന്ന ഇന്ന ഞാൻ, ഇതാണ് ആദ്യത്തെ സങ്കല്പം കർമ്മവിഷയകമായിട്ട്. അപ്പം ഇന്ന കാലത്ത് എന്ന് പറയുമ്പോൾ ശ്വേതവാരാഹ കൽപ്പം തൊട്ടിങ്ങോട്ട് വരും. ബ്രഹ്മാവിൻ്റെ ഇത്രാമത്തെ പരാർദ്ധത്തിൽ, ഇന്ന കൽപ്പത്തിൽ, വൈവസ്വത മന്വന്തരത്തിൽ, ഇത്രാമത്തെ ചതുര്യുഗത്തിൽ, ഇത്രാമത്തെ കൊല്ലം, ഇന്ന മാസം, ഇന്ന തിഥി, അല്ലേ? അതെ, വേണമെങ്കിൽ ഇന്ന് ആഴ്ചയും കൂടി കൂട്ടിക്കോളൂ. അതാ സമയമായി. പിന്നെ ദേശം, ജംബുദ്വീപത്തിൽ, ഭാരതവർഷത്തിൽ, ഈ കേരള ദേശത്തിൽ, കോഴിക്കോട് ജില്ലയിൽ, കൊളത്തൂർ, ദേശമായി. ഇന്ന് ഞാൻ ഇന്നാളുടെയും പുത്രനായ ഇന്ന ഗോത്രത്തിൽ പിറന്ന പോരാ, കർമ്മവിഷയകങ്ങളായ അനധികാരി ധർമ്മങ്ങളൊന്നുമില്ലാത്തവനായ ഞാൻ കൂടി വേണം. ബാക്കിയൊക്കെ ഉണ്ട്. ഒരു മുടന്തുണ്ട്, പറ്റില്ല. കോങ്കണ്ണുണ്ട്, പറ്റില്ല. ഒരു ചെവിക്ക് കേൾവിക്കുറവുണ്ട്, പറ്റില്ല. ചെറിയൊരു കോങ്കണ്ണേ ഉള്ളൂ, സാരമില്ല, പറ്റില്ല. കർമാധികാരം പോയി. അപ്പം ഇതൊക്കെ യോജിക്കണം.
എന്നിട്ടും എന്താ പറയുക, ഇന്ന ഫലത്തിനായിക്കൊണ്ട്. സ്വർഗകാമോ യജേത എന്നുള്ള ന്യായം അനുസരിച്ച് ഇന്ന സ്വർഗപ്രാപ്തിക്കായിക്കൊണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ബ്രഹ്മവർച്ചസ് തുടങ്ങി അനേക ഫലങ്ങളെ ആഗ്രഹിക്കും. അപ്പം ബ്രഹ്മവർച്ചസോടുകൂടി സ്വർഗപ്രാപ്തിക്കായിക്കൊണ്ട് ഇന്ന കർമ്മം ചെയ്യുന്നു എന്നും പറഞ്ഞിട്ടാണ് യജ്ഞങ്ങൾ യാഗങ്ങളെല്ലാം ആരംഭിക്കുന്നത്. ഇന്നിപ്പോൾ ധാരാളം യാഗങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ ചെയ്യണ സങ്കല്പം ഒന്ന് പോയിട്ട് ഇങ്ങനെ ചെവി കൊടുത്ത് കേട്ടാൽ മതി. അപ്പോൾ അതൊക്കെ പറയും, അതൊക്കെ എണ്ണി എണ്ണി പറയും ആരംഭത്തിൽ. എന്നിട്ടാണ് വൈദിക കർമ്മം ആരംഭിക്കുന്നത്. അപ്പം അവിടെ ഫലം സകാമമായിരിക്കുന്ന ഭാവമുണ്ട്. നേരെ മറിച്ച് ഞാൻ ഈ ശരീരമല്ല എന്ന് ഉറച്ചറിയുന്ന ഒരാൾ, അയാൾ പിന്നെ ചെയ്യാൻ പോണ്ട. അല്ല സ്വാമി എന്നാലൊന്ന് ചെയ്തോളൂ, എന്ത് ചെയ്യാം, എന്നാലും സ്വാമി ഒരു പുത്രകാമേഷ്ടി ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ അതായത് ഞാനില്ല, ആ പരിപാടിക്ക് ഞാനില്ല, വേണ്ട, കഴിഞ്ഞില്ലേ. എന്നാലൊരു സോമയാഗം ആയിക്കോട്ടെ, അദ്വൈതാശ്രമത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നമുക്കൊരു സോമയാഗം നടത്താം, എന്താ ഞാൻ നടത്തിക്കോളൂ. അദ്വൈതാശ്രമത്തെ അതിൽ വലിച്ചയക്കേണ്ട ആവശ്യം ഇല്ല. അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ യാഗത്തിനെതിരാണോ? നമ്മൾ യാഗത്തിനെതിരല്ല. യാഗം ചെയ്യേണ്ടവർ ചെയ്തോളൂ, അതിൻ്റെ അധികാരികൾ. നമ്മളതിന് അധികാരി അല്ല. ചിന്തിക്കുക. എത്രയോ പേര് നമ്മളോട് തന്നെ പറഞ്ഞത് നമുക്കൊരു യാഗമൊക്കെ സംഘടിപ്പിക്കാം, എന്നാൽ സാമ്പത്തികമായിട്ടുള്ള പരാധീനതകളൊക്കെ ഒന്ന് മാറിക്കിട്ടും സ്വാമി, യാഗം ചെയ്താൽ നല്ല പൈസ പിരിക്കാം. എന്തും പറഞ്ഞാൽ പൈസ പിരിക്കുക, എന്തും പറഞ്ഞാൽ പൈസ പിരിക്കുക. നാടിന് ഗുണമുണ്ടാവും, നിങ്ങൾക്ക് എല്ലാവിധ എന്നൊക്കെ പറഞ്ഞ് പിരിക്കേണ്ട. അല്ലാണ്ട് എനിക്ക് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് പൈസ കിട്ടുമല്ലോ. ഞാൻ നിങ്ങളോട് ചോദിക്കുക, എനിക്കൊരു 10 ലക്ഷം ഉറുപ്പ്യ തരണം കേട്ടോ. അല്ല, എന്തിനാ സ്വാമി 10 ലക്ഷം ഉറുപ്പ്യ? എനിക്ക് സ്വർഗം കിട്ടാനാണ്. എനിക്ക് വേറെ പണിയില്ല, നിങ്ങൾക്ക് സ്വർഗത്തിൽ പോയി ഞാൻ 10 ലക്ഷം തരും. എന്നാൽ പിന്നെ ആ 10 ലക്ഷം കൊണ്ട് എനിക്ക് സ്വർഗത്തിൽ പോയിക്കൂടെ എന്നല്ലേ ചിന്തിക്കുക. അപ്പം ഞാൻ മാറ്റി പറയും, സർവ്വവിധ അഭിവൃദ്ധി, നാട്ടിന് മുഴുവൻ ക്ഷേമ ഐശ്വര്യങ്ങൾ എന്നൊക്കെ ഞാൻ പറയും. ചിന്തിക്കുക. അപ്പം അതുകൊണ്ട് ഏതായാലും കൊള്ളാം. ഈയൊരു വിദ്യ അമൃതം ആപേക്ഷികം, ദേവന്മാരുടെ അമൃതത്വം ആപേക്ഷികമാണ്. വ്യക്തമാണല്ലോ, ദേവന്മാരുടെ അമൃതത്വം ആപേക്ഷികമാണ്. അവർക്കും മരണമുണ്ട്. പിന്നെ ദീർഘകാലം ജീവിതമുള്ളതുകൊണ്ട് നമ്മൾ വിളിക്കുന്നു അവർ അമൃതന്മാരാണ്, അത്രയേ ഉള്ളൂ. സന്തോഷം. ആത്മജ്ഞാനം സമുച്ചയം ചെയ്യാൻ പറ്റില്ല. കാരണം ദേഹാത്മബോധ, അതിനാണ് ഇന്ന ദേശത്ത് ഇന്ന കാലത്ത് ഇന്ന പേരോടുകൂടി ജീവിക്കുന്ന ഞാൻ ഇന്ന ഫലത്തിനായി കർമ്മം ചെയ്യുന്നു എന്ന സങ്കല്പം ജ്ഞാനിയിൽ വരില്ല എന്നാണ്. അയാൾക്കത് ചെയ്യാൻ പറ്റില്ല. എന്നാലൊന്ന് ചെയ്തൂടെ സ്വാമി എന്ന് ചോദിച്ചാൽ ഇല്ല, വേണ്ട, നിങ്ങൾ ചെയ്തോളൂ. കർമ്മ നിലനിന്നോട്ടെ, അതിനെന്താ. ഇത് വൈദിക കർമ്മങ്ങളുടെ സമുച്ചയവാദമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. അപ്പം സമുച്ചയം ചെയ്യുന്ന കർമ്മത്തോട് സമുച്ചയം ചെയ്യുന്ന ജ്ഞാനം ആത്മജ്ഞാനമല്ല എന്നാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് മൃത്യു പദത്താൽ ലക്ഷീകരിക്കപ്പെടുന്ന അജ്ഞാനത്തെ ഇല്ലാതാക്കേണ്ടതാകുന്നു.
മൃത്യുപദം അജ്ഞാനം ഉച്ഛേത്തവ്യം തന്ത്രോ ഹി സംസാര. അജ്ഞാനത്തിൻ്റെ കളിയാണ് സംസാരം. സംസാരം തന്ത്ര, അതിൻ്റെ തന്ത്രമാണ്, അതിൻ്റെ മേഖലയാണ്, അതിൻ്റെ വിസ്തരണമാണ് ഈ സംസാരം. ഏതിൻ്റെ? അജ്ഞാനത്തിൻ്റെ വിസ്തരണമാണ് സംസാരം. അജ്ഞാനം ഹേതുവായിട്ട് അവിദ്യ കാമകർമ്മങ്ങളാകുന്ന 3 കെട്ടുകളെ കൊണ്ട് കെട്ടിവെച്ചിട്ടുള്ളതാണ് ഈ സംസാരം മുഴുക്കെ. അത് ഉച്ഛേത്തവ്യം, ഇല്ലാതാക്കപ്പെടേണ്ടതാകുന്നു. അനധിഗതത്വാദ് ആത്മനഃ യുക്ത തദധികമായ തദ്വിഷയ ജിജ്ഞാസ. അപ്പോൾ ആ സ്ഥിതിയിൽ തൻ്റെ ആത്മാവിൻ്റെ പാരമാർത്ഥികമായ സ്വരൂപം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് അതിനെ അറിയുന്നതിനായിക്കൊണ്ട് ഉള്ള ജിജ്ഞാസ യുക്തമാണ്. ആത്മജ്ഞാനം കൊണ്ട് മാത്രമേ ഈ സംസാരത്തെ ഉച്ഛേദം ചെയ്യാൻ സാധിക്കൂ. അതാകട്ടെ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അറിയാനുള്ള ജിജ്ഞാസ യുക്തമാണ്. ഏതാ ജിജ്ഞാസ? കേനേഷിതം പദതി പ്രേഷിതം മനഃ കേന പ്രാണപ്രഥമ പ്രൈതിയുക്തഃ കേനേഷിതാം വാചമിമാം വദന്തി ചക്ഷുശ്രോത്രം കൗദേവോ യുനക്തി. ഇതാണ് ഒന്നാമത്തെ മന്ത്രം. അതിവിടെ വരുന്നതിൽ കുറേ കഴിഞ്ഞാലേ വരുള്ളൂ. ഇതാണ് ചോദ്യം. ഈ ചോദ്യം മനസ്സിൽ വേണം. ആരുടെ ഇച്ഛയാൽ, ആരുടെ നിയോഗത്താലാകുന്നു നമ്മുടെ മനസ്സ് വിഷയത്തിലേക്ക് പതിക്കുന്നത്? ആരാൽ ഇച്ഛിക്കപ്പെട്ട്, ആരാൽ നിയോഗിക്കപ്പെട്ടിട്ടാണ് പ്രാണൻ പ്രവർത്തിക്കുന്നത്? ആരാൽ ഇച്ഛിക്കപ്പെട്ടിട്ടാണ് വാക്ക് പ്രവർത്തിക്കുന്നത്? കണ്ണ്, ചെവി തുടങ്ങിയവയെ പ്രവർത്തിപ്പിക്കുന്നവനാര്? ഇതാണ് ചോദ്യം. ഇത്രയേ ഉള്ളൂ. അപ്പം ഈ ചോദ്യം താൻ ആരെന്നറിയാനുള്ള ഇച്ഛയിൽ നിന്ന് വരുന്ന ചോദ്യമാണ്. എന്തുകൊണ്ട്? താൻ ആരെന്ന് അറിഞ്ഞിട്ടില്ല. എന്നാൽ പിന്നെ എന്തിനാ അറിയണത്? ഈ അറിവ് മാത്രമാണ് സംസാരത്തെ ഇല്ലാതാക്കുന്നത്. അറിയാത്തോണ്ടാണ് ഇതിൻ്റെ പിന്നാലെ ഓടുന്നത്. ഇത്രയുമാണ് പറഞ്ഞ ഭാഗം. കർമ്മവിഷയേച്ച അനുക്തി തദ്വിരോധാത് അസ്യ വിജിജ്ഞാസിതവ്യസ്യ ആത്മതത്വസ്യ കർമ്മവിഷയേ അവചനം. കസ്മാദിതി ചേത് ആത്മനോ ഹി യഥാവത് വിജ്ഞാനം കർമ്മണ വിരുദ്ധ്യതേ. നിരതിശയ ബ്രഹ്മസ്വരൂപഃ ഹി ആത്മാ വിജിജ്ഞാപയിഷിതഃ തദേവ ബ്രഹ്മത്വം വിദ്ധി നേദം യദിദമുപാസതേ ഇത്യാദി ശ്രുതേഃ. കർമ്മവിഷയേ ച അനുക്തിഃ തദ്വിരോധിത്വാത് അസ്യ വിജിജ്ഞാസിതവ്യസ്യ ആത്മതത്വസ്യ കർമ്മവിഷയേ അവചനം. കർമാണി അല്ല തസ്മാദിതി ചേത് ആത്മനഃ ഹി യഥാവത് വിജ്ഞാനം കർമ്മണ വിരുദ്ധ്യതേ. നിരതിശയ ബ്രഹ്മസ്വരൂപഃ ഹി ആത്മാ വിജിജ്ഞാപയിഷിതഃ തദേവ ബ്രഹ്മത്വം വിദ്ധി നേദം യദിദമുപാസതേ ഇത്യാദി ശ്രുതേഃ. അപ്പോൾ കർമ്മവിഷയത്തെ പ്രതിപാദിക്കുന്ന വേദഭാഗത്തിൽ, ഏതാ കർമ്മവിഷയത്തെ പ്രതിപാദിക്കുന്ന വേദഭാഗം? കർമ്മകാണ്ഡം. സംഹിത ബ്രാഹ്മണാത്മകമായ കർമ്മകാണ്ഡം. ഇപ്പം സംഹിത ബ്രാഹ്മണാത്മകമായ കർമ്മകാണ്ഡത്തിൽ ഈ വിഷയം പറയുന്നില്ല, ആത്മാവിനെക്കുറിച്ച് പറയുന്നില്ല. തദ്വിരോധിത്വം, അത് വിരുദ്ധവുമാണ്. എന്നുവെച്ചാൽ അവിടെ സകാമമായിരിക്കുന്ന
സങ്കല്പങ്ങളും ആ സങ്കല്പപൂരണത്തിനായിക്കൊണ്ടുള്ള കർമ്മങ്ങളുമാണ് വിധിച്ചിട്ടുള്ളത്. സകാമമായിട്ടുള്ളത് ആത്മജ്ഞാനവുമായിട്ട് വിരുദ്ധമാണ്. മന്ത്രമൊക്കെ എത്ര കുറേ ദൂരം കഴിയും, കുറേ കഴിയും മന്ത്രം തുടങ്ങാൻ. ചിലപ്പോൾ ഇപ്രാവശ്യം തുടങ്ങുമെന്ന് തന്നെ സംശയം. അപ്പൊ കർമ്മ വിഷയത്തെ പ്രതിപാദിക്കുന്ന കർമ്മകാണ്ഡത്തിൽ ഈ ആത്മജ്ഞാനം പറയപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ചോദിക്കുന്നു. അപ്പം ഞാൻ നേരത്തെ 8-ാം അധ്യായത്തിന് മുമ്പ് ചോദിച്ചുകൊണ്ടിരുന്നോ, ഒരാൾ കർമ്മവിഷയമാണ് ചർച്ച ചെയ്യണത്. കർമ്മവിഷയം ചർച്ച ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആത്മജ്ഞാനം ചോദിക്കുക? കർമ്മവിഷയം ചർച്ച ചെയ്യുന്നിടത്ത് എങ്ങനെയാണ് ആത്മജ്ഞാനം ചോദിക്കുക? പറയൂ. സാധിക്കില്ല. അത് രണ്ടാണ്. കല്യാണ വീട്ടിൽ എങ്ങനെയാ ഇപ്പോൾ സന്യാസി ഇരിക്കണത്? ബാക്കി എവിടെയും ആവട്ടെ സന്യാസി, പക്ഷെ കല്യാണ വീട്ടിൽ വയ്യ. അല്ല, സ്വാമി ഒന്ന് വന്ന് മംഗളമാക്കി തരണം. എന്ത്? എൻ്റെ മകളുടെ വിവാഹം സ്വാമി വന്നൊന്ന് മംഗളമാക്കി തരണം. വേണോ? 2 പ്രാവശ്യം ആലോചിച്ച് നോക്കുക, അപ്പം വിളിക്കില്ല. കാരണം ഇയാൾ മംഗളാക്കി എന്തായിരിക്കും സംഗതി? അത് രഹസ്യം മോളോട് പറയണം, മോളെ വേണ്ടാത്ത പണിക്ക് പോണ്ടാട്ടോ എന്ന് രഹസ്യം പറഞ്ഞു കൊടുത്ത് എന്താ ചെയ്യുക? ആകെ പ്രശ്നമാവില്ലേ? അതുകൊണ്ട് പൊതുവെ അത് സന്യാസിമാരെ കല്യാണത്തിന് വിളിക്കുകയോ സന്യാസിമാർ കല്യാണത്തിന് പോവുകയോ പതിവില്ല. എന്നാൽ കിട്ടുന്ന ഒരു കട്ടൻ ചായ ഒഴിവാക്കുമോ? അതുമില്ല. അപ്പോൾ അതിന് മുമ്പ് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പോയിട്ട് 4 വർത്തമാനമൊക്കെ പറഞ്ഞ് പോരാ. അത്രയേ ഉള്ളൂ. ഒക്കെ നന്നായി വരട്ടെ എന്ന് പറയാം. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പം എന്താ പറയുക? ഒക്കെ നന്നായി സന്തോഷമായിട്ട് ഇരിക്കും കേട്ടോ എന്ന് പറയുക. കല്യാണം കൊണ്ട് സന്തോഷം ഉണ്ടാവും എന്ന് പറയണില്ല, സന്തോഷമായിട്ട് ഇരിക്കുമെന്നേ പറയണുള്ളൂ. ഇല്ലേ? അതൊക്കെ കണ്ടറിയാത്തോ കൊണ്ടറിയാ. അല്ലാതെ എന്താ വഴിയുള്ള വേറെ വഴി. അതുകൊണ്ട് കർമ്മവിഷയത്തിൽ ഈ തദ്വിരോധാത് അസ്യ വിജിജ്ഞാസിതവ്യസ്യ ആത്മതത്വസ്യ കർമ്മവിഷയെ അവചനം. കർമ്മകാണ്ഡത്തിൽ ഇവിടെ വിജിജ്ഞാസിതമായ ആത്മതത്വം പറഞ്ഞിട്ടില്ല. കർമ്മകാണ്ഡത്തിൽ ഇവിടെ ചോദിക്കപ്പെട്ടതായ ആത്മവിഷയം അവിടെ പ്രതിപാദിച്ചിട്ടില്ല. അപ്പം അവിടെ തപ്പിയാൽ കിട്ടുമോ? ഇല്ല. കർമ്മകാണ്ഡത്തിൽ അന്വേഷിച്ചാൽ ഈ ആത്മവിഷയം ഇല്ല. അതുകൊണ്ട് ഇതവിടെ പ്രത്യേകമായിട്ട് ജിജ്ഞാസുക്കൾക്ക് വേണ്ടി ആത്മതത്വ പ്രതിപാദനം ചെയ്യാണ്. കസ്മാതിഥി ചേത് ആത്മനഃ ഹി ആധ്യാത്മ്യ വിജ്ഞാൻ യഥാവത് വിജ്ഞാനം കർമ്മണാ വിരുദ്ധ്യത. എന്തുകൊണ്ടെന്നാൽ ആത്മാവിൻ്റെ യഥാവത് വിജ്ഞാനം കർമ്മവുമായി വിരോധമുള്ളതാണ്. കാരണം കർമ്മം എപ്പോഴും ഇന്ന ഫലത്തിന് എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്, ഇന്ന ഫലം കിട്ടാൻ വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ്. ആത്മാവ് പൂർണ്ണമാണ് എന്ന ബോധത്തിൽ പിന്നെ എന്താ ആഗ്രഹം ശേഷിക്കുന്നത്? അവിടെ ആഗ്രഹം ശേഷിക്കുന്നില്ല. ആഗ്രഹം ശേഷിക്കുന്ന ആൾ കർമ്മം ചെയ്യട്ടെ. ചിന്തിക്കുക. അപ്പോൾ ആത്മനഃ ഹി യഥാവത് വിജ്ഞാനം കർമ്മണാ വിരുദ്ധ്യതേ. ആത്മാവിൻ്റെ യഥാവത് വിജ്ഞാനം, യാഥാത്മ്യ വിജ്ഞാനം കർമ്മത്തോട് വിരുദ്ധമാകുന്നു. മനസ്സിലാക്കി? എന്തുകൊണ്ടാണ് വിരുദ്ധം എന്നുള്ളത് മനസ്സിലാക്കിയ നേരത്തെ പറഞ്ഞതാണ്.
നിരതിശയ ബ്രഹ്മസ്വരൂപോ ഹി ആത്മാ. നിരതിശയമായ ബ്രഹ്മസ്വരൂപമാണ് ആത്മാവെന്നാണ് വിജിജ്ഞാപൈഷിത, വിജ്ഞാപനം ചെയ്യാൻ ഇച്ഛിക്കപ്പെടുന്നത്. ഒന്നുകൂടി പറയാം, നിരതിശയമായ ബ്രഹ്മമാണ് ആത്മാവ് എന്നുള്ളതാണ് ഈ കേനോപനിഷത്ത് ഉപദേശിക്കാൻ ഇച്ഛിക്കുന്നത്. നമ്മൾ സാതിശയമായിട്ട് നമ്മളെ മനസ്സിലാക്കുന്നു. ഞാൻ ആണാണ്, ഞാൻ പെണ്ണാണ്, ഞാൻ കറുത്തിട്ടാണ്, മെല്ലിട്ടാണ്, തടിച്ചിട്ടാണ്, വെളുത്തിട്ടാണ് എന്നൊക്കെ തന്നെക്കുറിച്ച് ഒരുപാട് അതിശയങ്ങളോടുകൂടിയ സാപേക്ഷമായിരിക്കുന്ന ഭാവങ്ങളാണ് കൽപ്പിച്ചു വെച്ചിട്ടുള്ളത്. എന്നാൽ അതൊന്നുമല്ല, നിരതിശയമായ പൂർണ്ണ സ്വരൂപമാണ് ആത്മാവ് എന്നുള്ളതാണ് ഇവിടെ ഉപദേശിക്കുന്നത്, ഉപദേശിക്കാൻ ഇച്ഛിക്കപ്പെടുന്നത്. തദേവ ബ്രഹ്മത്വം വിദ്ധി നേദം യതിതമുപാസതേ ഇത്യാദി ശ്രുതേഹേ. അത് തന്നെയാണ് ബ്രഹ്മമെന്ന് നീ മനസ്സിലാക്കൂ, അല്ലാതെ ഇതാണെന്ന് പറഞ്ഞ് ഉപാസിക്കണതൊന്നും ബ്രഹ്മമല്ല എന്നിവിടെ വ്യക്തമായി ഉപദേശിക്കാൻ പോകുന്നുണ്ട്. ഇതൊക്കെ വരാൻ പോണ വാക്കുകളാണ്. കേനോപനിഷത്ത് പദഭാഷ്യ സഹിതം പഠിച്ച ഒരാളാണ് വാക്യഭാഷ്യം പഠിക്കുന്നത് എന്നാണ് ഭാഷ്യകാരൻ്റെ ഒരു സങ്കല്പം. അതുകൊണ്ട് ഇതൊക്കെ പറയുമ്പോഴത്തേക്കന്നെ അത് ഓർമ്മ ഉണ്ടാവും, അത് ഏതാ മന്ത്രം എന്നുള്ളത്. തദേവ ബ്രഹ്മത്വം വിദ്ധി നേദം യതിതമുപാസതേ. അതാണ് ബ്രഹ്മമെന്ന് നീ അറിയൂ, അല്ലാതെ ഇതാണെന്ന് പറഞ്ഞ് ഉപാസിക്കണതൊന്നും ബ്രഹ്മമല്ലെന്ന് നീ അറിയൂ എന്ന് കുറച്ച് കഴിഞ്ഞാൽ പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ ഏതൊരാത്മാവിനെക്കുറിച്ച് പ്രതിപാദിച്ചോ ആ ആത്മാവിനെയാണ് ഇത് പരമമായ സത്യമാണെന്ന് പറയുന്നത്. ആത്മാച ബ്രഹ്മ. അപ്പോൾ ആത്മാവ് തന്നെയാണ് ബ്രഹ്മമെന്നുള്ള പരമമായ മഹാവാക്യങ്ങളുടെ സാരമായ ഉപദേശമാണ് ഇവിടെ ചെയ്യാൻ പോണത്. അതാണ് ചെയ്യാൻ പോണത്. അത് കർമ്മത്തോട് വിരുദ്ധമാണ്. അപ്പൊ കർമ്മം വേണ്ടെന്നാണോ പറഞ്ഞത്? ഒരിക്കലും കർമ്മം വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല, എല്ലാ കർമ്മങ്ങളും വേണം. അതുകൊണ്ട് വേദം കർമ്മത്തെ ഉപദേശിക്കുന്നതാണല്ലോ. കർമ്മകാണ്ഡവും വേണം, ജ്ഞാനകാണ്ഡവും വേണം, സകല കർമ്മങ്ങളും ആചരിക്കപ്പെടണം. എന്നാൽ അതത് അധികാരികളാണ് ചെയ്യേണ്ടത്. സന്യാസവും വേണം, കല്യാണവും വേണം. കല്യാണം വേണ്ടെന്ന് പറയുന്നില്ല, സന്യാസം വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ രണ്ടും ഒരാൾക്ക് പറ്റുമോ? ഇന്ന് രാവിലെ എൻ്റെ സന്യാസമാണ്, ഇന്ന് വൈകുന്നേരം എൻ്റെ ഉച്ചയ്ക്ക് ശേഷം എൻ്റെ കല്യാണമാണ്. അതെങ്ങനെയാണ് രണ്ടും കൂടി പറ്റുക? അത് പറ്റില്ല. രണ്ടും നല്ലതാണ്. ഇവിടുന്ന് ഇപ്പോൾ അമേരിക്കയിലേക്ക് പോകണമെങ്കിൽ പടിഞ്ഞാറോട്ടും പോവാം, കിഴക്കോട്ടും പോവാം. കിഴക്കോട്ട് പോയാലും അമേരിക്കയിലെത്തും, ഇല്ലേ? അതെ, പടിഞ്ഞാറോട്ട് പോയാലും എത്തും. രണ്ടും കൂടെ ഒന്നിച്ച് പോകണമെന്ന് പറഞ്ഞാൽ നടക്കുക? ഏതെങ്കിലും ഒന്ന് നീ തീരുമാനിക്കടേ. ഒന്നുകിൽ കിഴക്കൂടെ പോയിക്കോ, അല്ലെങ്കിൽ പടിഞ്ഞാറ് കൂടെ പോയിക്കോ. രണ്ടും കൂടെ ഒന്നിച്ച് വയ്യ. അതുകൊണ്ട് കർമ്മകാണ്ഡവും വേണം, ജ്ഞാനകാണ്ഡവും വേണം, വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ അതത് അധികാരികൾക്കുള്ളതാണ് എന്നാണ്. അതുകൊണ്ട് ഇവിടെ ആത്മാവിൻ്റെ യഥാവത് വിജ്ഞാനം കർമ്മത്തോട് വിരുദ്ധമാകുന്നു. ഇവിടെയാകട്ടെ ആത്മാ നിരതിശയമായ ബ്രഹ്മമാണെന്നാണ് ഉപദേശിക്കാൻ പോകുന്നത്. അതിൻ്റെ മന്ത്രോദ്ധാരണം ചെയ്തു. തദേവ ബ്രഹ്മത്വം വിദ്ധി നേദം യതിതം ഉപാസത എന്നുള്ളത് ശ്രദ്ധിക്കുക. നഹി സ്വരാജ്യേ അഭിഷിക്തഃ ബ്രഹ്മത്വം ഗമിതഃ കഞ്ചന നമിതും ഇച്ഛതി അതഃ ബ്രഹ്മാസ്മീതി സംബുദ്ധഃ ന കർമ്മ കാരയിതും ശക്യതേ. നഹി ആത്മാനം അവാപ്താർത്ഥ ബ്രഹ്മമന്യമാന പ്രവൃത്തിം പ്രയോജനവതീം പശ്യതി നച നിഷ്പ്രയോജന പ്രവൃത്തി അതഃ വിരുദ്ധ്യത്തെ ഏവ കർമ്മണാജ്ഞാനം അതഃ കർമ്മവിഷയെ അനുക്തി വിജ്ഞാനവിശേഷവിഷയ ഏവ ജിജ്ഞാസ. നഹി സ്വരാജ്യേ അഭിഷിക്തഃ ബ്രഹ്മത്വം ഗമിതഃ കഞ്ചന നമിതുമിച്ഛതി അതഃ ബ്രഹ്മാസ്മീതി സംബുദ്ധഃ ന
കർമ്മ കാരയിതും ശക്യതേ നഹി ആത്മാനം അവാപ്താർത്ഥം ബ്രഹ്മമന്യമാനഃ പ്രവൃത്തിം പ്രയോജനവതിം പശ്യതി ന ച നിഷ്പ്രയോജനാ പ്രവൃത്തിഃ അതഃ വിരുദ്ധ്യതേ ഏവ കർമ്മണാ ജ്ഞാനം. അതഃ കർമ്മവിഷയേ അനുക്തിഃ വിജ്ഞാനവിശേഷവിഷയ ഏവ ജിജ്ഞാസ. സ്വരാജ്യേ അഭിഷിക്തഃ, ഒരാൾ സ്വരാജ്യത്തിൽ അഭിഷിക്തനായി, സ്വയമേവ ശോഭിക്കുന്ന പദത്തിൽ അഭിഷിക്തനായി. സ്വരാജ്യത്തിൽ അഭിഷിക്തനായി എന്ന് പറഞ്ഞാൽ സ്വയമേവ ശോഭിക്കുന്ന പദത്തിൽ അഭിഷിക്തനായി. അഹം ബ്രഹ്മാസ്മി എന്നുള്ള ബോധത്തിൽ ഉറച്ചു. തന്നിൽ ഇന്നലെ വരെ കൽപ്പിച്ചിരുന്ന എല്ലാ പരിമിതികളും പോയൊഴിഞ്ഞു. ഇന്നലെ വരെ പല പരിമിതികളും തന്നിൽ താൻ കൽപ്പിച്ചിരുന്നു. ഞാൻ ആണാണ്, ഞാൻ പെണ്ണാണ്, ഞാൻ സന്യാസിയാണ്, ഗൃഹസ്ഥനാണ്, ബ്രഹ്മചാരിയാണ്, കറുത്തിട്ടാണ്, വെളുത്തിട്ടാണ്, ഇങ്ങനെ പലതും 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 പലതും. ഈ തന്നിൽ താൻ കൽപ്പിച്ച പരിമിതികളെല്ലാം പോയി. സ്വയമേവ ശോഭിക്കുന്നതായ പദത്തിൽ അഭിഷിക്തനായി ബ്രഹ്മത്വം ഗമിതഃ, അഹം ബ്രഹ്മാസ്മി എന്നുള്ള ബോധത്തിൽ ഉറച്ചു. വ്യക്താവണേ, അങ്ങനെയുള്ള ആള് കഞ്ചന നമിതും ഇച്ഛതി, വേറൊരുത്തനെ പോയി നമസ്കരിക്കാൻ പോകുന്നുണ്ടോ? അപ്പം അയാളെ മുമ്പിൽ വിഷ്ണു വന്നു, ഞാൻ വിഷ്ണുവാണ്, സന്തോഷം, നീ ഇരുന്നോളൂ, അടുത്തിരുന്നോളൂ, വിരോധമില്ല. അപ്പം ശിവൻ വന്നു, ഞാൻ ശിവനാണ്ടോ, ഇരുന്നോളൂ, സന്തോഷം. അപ്പം മറ്റേ ആൾ വിചാരിക്കും, ഇതെന്തൊരു വൃത്തികെട്ടവനാ, ശിവനെ കണ്ടിട്ട് നമസ്കരിച്ചില്ലല്ലോ. ശിവന് കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല, കാരണം ശിവൻ അറിയാം എന്ത്, ഇവൻ ആത്മജ്ഞാനിയാണെന്നറിയാം. പക്ഷെ മൂന്നാമനാണ് വിചാരിക്കുക എന്ത്, ദില്ലിയിൽ പറഞ്ഞു കേട്ടുള്ളതാണ്, നേരിട്ട് കണ്ടിട്ടുള്ളതല്ല, കേട്ടിട്ടുള്ള വിഷയമാണ്. വലിയൊരു കാര്യക്രമം നടക്കുകയാണ്. ഇപ്പോൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ പങ്കെടുക്കുന്ന പരിപാടിയാണ്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്കുള്ള ചെയർ നടുക്കുണ്ട്. അന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് പ്രസിഡന്റ്. പലരും ഉണ്ട്, ഇരിക്കുന്നുണ്ട്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ പങ്കെടുക്കുന്ന പരിപാടിക്ക് ഇരിക്കണവരൊക്കെ ഉണ്ട്. പരംപൂജ്യ ചിന്മയാനന്ദ സ്വാമികളുണ്ട് സ്റ്റേജിൽ. ഇപ്പോൾ സ്വാമിജി ആദ്യം തന്നെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട് ആദരപൂർവം. അത് കഴിഞ്ഞ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഡോക്ടർ രാധാകൃഷ്ണനാണ് ഇരുന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളെ പ്രസിഡന്റ് അതിൻ്റെതായ ഔപചാരികതയിൽ വരികയാണ്. അപ്പോൾ പ്രസിഡന്റ് വരുമ്പോൾ എല്ലാവരും ചാടി എണീറ്റ് ചിന്മയാനന്ദ സ്വാമികൾ ഇരിക്കുകയാണ് സുഖമായിട്ട്. പ്രസിഡന്റ് നേരെ വന്ന് സ്വാമിയുടെ അടുത്ത് വന്നു, നമസ്കരിച്ച് പോയി സീറ്റിൽ പോയിരുന്നു. അപ്പോൾ സ്വാമി ആദ്യം ആൾക്കാർക്കൊക്കെ ബേജാറായി, പ്രസിഡന്റ് വരുമ്പോൾ സ്വാമി എന്താ ഇരിക്കണത് എന്നുള്ളത്. പിന്നെ അദ്ദേഹം വന്ന് നമസ്കരിച്ചപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇതാണ് സമ്പ്രദായം. എന്നാ കഞ്ചന നമതി, ഒരുത്തനെ നമസ്കരിക്കാൻ പോകണില്ല. ഞാൻ ശിവനാണ്, നീ എൻ്റെ പണി നോക്കിക്കോളൂ, ഞാൻ പണിയില്ലാണ്ടിരിക്കണവനാണ്. പണിയില്ലാത്തവൻ ആരെ നമസ്കരിക്കണം? പണിയുള്ളവൻ പണിയുള്ളവനെ നമസ്കരിക്കണം. കാരണം പണിക്ക് വേണ്ടിയിട്ട്. വലിയ പൈസക്കാരനെ കണ്ടാൽ തലചൊറിയും, എന്താണ് എന്തെങ്കിലും സംഭാവന കിട്ടണം. വലിയ ഉദ്യോഗസ്ഥനെ കണ്ടാൽ തലചൊറിയും, എന്താണ് കാര്യസാധ്യ പേപ്പറൊന്ന് വേഗം നീക്കണം. ഞാൻ പണിയില്ലാത്തവൻ ആരെ നമസ്കരിക്കാനാ? ചിന്തിക്കുക. എന്നെ കഞ്ചന നമതി, ആരെയും നമിക്കണില്ല. ഈ ആരെയും നമിക്കണില്ല ഔദ്ധത്യം അല്ല, അത് നിറഞ്ഞ അവസ്ഥയാണ്. നിറഞ്ഞ അവസ്ഥയാണ്. കടലിലേക്ക് എല്ലാ പുഴയും ഒഴുകിപ്പോവും. കടൽ എങ്ങോട്ട് ഒഴുകിപ്പോവാനാ? അപൂര്യമാണ് അചലപ്രതിഷ്ഠം, നിറഞ്ഞ്
അചലമായി നിലകൊള്ളുക ആ സമുദ്രം. ആ സമുദ്രത്തിലേക്ക് പുഴകൾ എന്തൊരു സ്പീഡിലാണ് ഓടിപ്പോണത്. ഓരോ പുഴയുടെ പോക്ക് കണ്ട അതൊരു ഇല്ലേ, എന്ത് സ്പീഡിലാണ് പോണത്, എന്തിനാ പോണത്? അവിടെ പോയി ചേരാൻ വേണ്ടിയിട്ട്. കടലാരെങ്കിലും വിളിച്ചോ? വരൂ പുഴയെന്ന് വിളിച്ചോ? ഇല്ല. അതെങ്ങോട്ടെങ്കിലും ഒഴുകിപ്പോണ്ടോ? ഇല്ല. അചലപ്രതിഷ്ഠമാണ്. ഇതുപോലെ വിജ്ഞാനി അചലപ്രതിഷ്ഠനാണ്. ന കഞ്ചന നമിതുമിച്ഛതി, ആരെ നമസ്കരിക്കാൻ പോകണില്ല. അതുകൊണ്ട് ബ്രഹ്മാസ്മീതി സമ്പുദ്ധ, ഞാൻ ബ്രഹ്മമാകുന്നു എന്ന പൂർണ്ണതാബോധത്തിൽ ഇരിക്കുന്നവൻ ന കർമ്മകാരയിതും ശക്യത, ഒരു കർമ്മവും ചെയ്യാനും ചെയ്യിക്കാനും പോകണില്ല. കാരണം ചെയ്യിക്കുമ്പോൾ യജമാനനെ പോയിട്ട് ഇല്ലേ, ചെയ്യിക്കുന്നവനാരാ? യജമാനാരാ? ഷോ, ഒരു കർമ്മത്തിൽ യജമാനാരാ? ഇപ്പോൾ പുത്രകാമേഷ്ടിയിൽ ആരാ യജമാനൻ? ദശരഥ മഹാരാജാവ്. അവിടെ പുരോഹിതനാരാ? ഋഷ്യശൃംഗൻ. അപ്പോൾ ഋഷ്യശൃംഗനെ സംബന്ധിച്ച് പ്രശ്നമല്ല, കാരണം ഋഷ്യശൃംഗനെ ദശരഥൻ കൂട്ടിക്കൊണ്ടുവന്നതാ. ഇപ്പോൾ സാധാരണ കർമ്മിയാണെങ്കിൽ അങ്ങോട്ട് പോയിട്ടും തലയൊറിയണ്ടേ, എനിക്ക് ദക്ഷിണൊന്നും കുറയ്ക്കരുത് കിട്ടുമോ, വേണ്ടേ? വേണ്ട. അപ്പം എന്നെ കരോതി എന്നെ കാരയതി, അവിടെ ചെയ്യണമില്ല, ചെയ്യിപ്പിക്കണമില്ല. കാരണം ചെയ്യുന്നവൻ ഇന്ദ്രനെ നമസ്കരിക്കണം, വിഷ്ണുവിനെ നമസ്കരിക്കണം, ശിവനെ നമസ്കരിക്കണം. ഓരോരുത്തരെ നമസ്കരിക്കാൻ പോകണില്ല, നിറഞ്ഞിരിക്കുന്നവൻ. അവർക്കൊക്കെ നിർബന്ധമാക്കി അങ്ങോട്ട് നമസ്കരിച്ചോട്ടെ, അല്ലാണ്ടെന്താ? ഇത് സാമാന്യ സമൂഹത്തിന് മനസ്സിലാക്കാൻ പറ്റില്ല കേട്ടോ ഈ നിഷ്ഠ. സാധാരണ സമൂഹത്തിനെ ഔദ്ധത്യമായിട്ട് വരെ കൂട്ടിയുന്നവർ ഈ നിഷ്ഠയെ. കഞ്ചന ന നമതി അതഃ ബ്രഹ്മാസ്മീതി സമ്പുദ്ധ ന കർമ്മകാരയിതും ശക്യത. അതുകൊണ്ട് അഹം ബ്രഹ്മാസ്മി എന്നുള്ള ബോധത്തിൽ ഇരിക്കുന്നവൻ ഒരു പണിയോട്ട് ചെയ്യണമില്ല, ചെയ്യിക്കണമില്ല. അവൻ തൊഴിൽ രഹിതനാണ്. അവനാണ് ആനന്ദം. അവൻ എപ്പോഴും ആനന്ദം. കാരണം നിറഞ്ഞവനാ. ഇനി എങ്ങോട്ട് നിറയാനാ? ഇനി ഒന്നും നിറയാനില്ല. ചിന്തിക്കുക. നഹി ആത്മാനം അവാപ്താർത്ഥം ബ്രഹ്മമന്യമാന പ്രവൃത്തിം പ്രയോജനവതിം പശ്യതി. അഹം ബ്രഹ്മാസ്മി എന്നുള്ള ബോധത്തിൽ ഉറച്ചിരിക്കുന്നവൻ, ബ്രഹ്മപ്രാപ്തനായി കഴിഞ്ഞു എന്ന് വ്യക്തമായി അറിയുന്നവൻ ഒരു പ്രവൃത്തിയെയും പ്രയോജനമുള്ളതായി കാണുന്നില്ല. എന്നാലും സ്വാമി ഒന്നിരുന്ന് ജപിച്ചോളൂ. ആരെ ജപിക്കാൻ? എന്തെങ്കിലും മന്ത്രം ജപിച്ചോളൂ സ്വാമി. ഏത് മന്ത്രം ജപിക്കേണ്ടത്? എന്തിനാ? എന്നാ പോട്ടെ, സാരല്ല ജപിക്കണ്ട, ഒന്ന് ഹോമം ചെയ്തോളൂ. ആരെ ഹോമിക്കണ്ടേ? ചിന്തിക്കുക. അപ്പം അയാൾ യാതൊരു കർമ്മത്തെയും പ്രയോജനമുള്ളതായി കാണുന്നില്ല. എന്നുവെച്ചാൽ നിഷ്പ്രയോജന പ്രവൃത്തി. പ്രവൃത്തിക്ക് പ്രയോജനം ഇല്ലാണ്ട് ചെയ്യോ ആരെങ്കിലും? പ്രയോജനം ഇല്ലാത്തൊരു പ്രവൃത്തി ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് ഇവിടെ 2 പേര് വന്നിരുന്നു. പാവം, ഒരു പെൺകുട്ടിയുടെ കഷ്ടപ്പാടൊന്നും പറയണ്ട. അപ്പോൾ കല്യാണം കഴിച്ചു. എന്താണ് നീ എന്തിനാ പിന്നെ കല്യാണം കഴിച്ചത്? നിനക്ക് അവളെ വേണ്ടാച്ചാൽ അച്ഛനമ്മയും പറഞ്ഞു, അതുകൊണ്ട് ഞാൻ കഴിച്ചു. എടാ മഹാഭാവി, ഒരുത്തിയുടെ ജീവിതം നീ നശിപ്പിച്ചില്ലടാ. അച്ഛനമ്മയും പറഞ്ഞാൽ കഴിക്കേണ്ടതാ കല്യാണം? കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളല്ലേ കല്യാണം കഴിക്കേണ്ടത്. എന്നിട്ട് കല്യാണം കഴിച്ചിട്ട് അവളോട് പണ്ട്, അല്ലയോ സ്ത്രീയെ നീയും ഞാനും തമ്മിൽ എന്തെന്ന് ചോദിച്ചാൽ ശരിയാവുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. സന്യസിക്കാൻ അധികാരി സന്യസിക്കുക, കല്യാണം കഴിക്കാൻ അധികാരി കല്യാണം കഴിക്കുക. അതിനധികാരി ഇതും ചെയ്യരുത്, ഇതിനധികാരി അതും ചെയ്യരുത്. അവസാനം വേറെ പിരിയാൻ പറഞ്ഞു കൊടുക്കലാണ്ട് നിവൃത്തിയില്ല. എന്തായാലും നിങ്ങൾ കാര്യം ചെയ്തോളൂ. ശിവാനന്ദ സ്വാമി പറഞ്ഞിട്ടൊന്നും ചെയ്യേണ്ട. നല്ലൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് രണ്ടാളും കൂടി പോവുക, ഒരു കൗൺസിലിങ്ങിന് വിധേയമാവുക. എന്നിട്ട് അദ്ദേഹം എന്താ ഉപദേശം തരുന്നു വെച്ചാൽ അതൊക്കെ ചെയ്തോളൂ പറഞ്ഞു കൊടുത്തു. അല്ലാണ്ട് എന്താ പറഞ്ഞു കൊടുക്കുക? അമ്മേനോട് മാത്രം ഞാൻ വിളിച്ച് ചോദിച്ചു, അല്ല അമ്മേ, ഒരു പെൺകുട്ടിയുടെ ജീവിതം കൊണ്ട് നിങ്ങൾ കളിക്കാൻ സ്വാമി പറ്റിപ്പോയി, ഇന്നാലെങ്കിലും നന്നാവും എന്ന് വിചാരിച്ചു. ഇപ്പം നിങ്ങളെ മോൻ നന്നാവുമോ എന്ന് പരിശോധിക്കാനുള്ള പരീക്ഷണ വസ്തു ആ പെൺകുട്ടി. നിങ്ങളെ മകൻ നന്നാവുമോ എന്ന് പരീക്ഷിക്കാനുള്ള ഒരു പരീക്ഷണ വസ്തുവാണോ ഗിനിപ്പിക്കുക ആ പെൺകുട്ടി? അവരുടെ ജീവിതം നിങ്ങൾ നശിപ്പിച്ചില്ലേ? ഇത് കഥ പറയല്ല.
സത്യമായിട്ടുള്ള ഇതാ പറയണത്. പറ്റിപ്പോയി സ്വാമി. നീ എന്ത് പറ്റിപ്പോവാ? നീ വേണ്ടത് എന്താ വെച്ചാൽ എന്തായാലും ഇവനിങ്ങനെയല്ലേ, നിങ്ങൾ പകുതി സ്വത്ത് ഈ കുട്ടിക്കാട്ട് എഴുതി കൊടുക്കുക, 2 നല്ലൊരു ചെറുക്കനെ കൊണ്ട് കല്യാണവും കഴിപ്പിച്ചു കൊടുക്കുക. അതിലാണ് എന്താ ചെയ്യുക? 2 ആഴ്ചയായിട്ടേ ഉള്ളൂ സംഭവം ഉണ്ടായിട്ട്. അപ്പോൾ പ്രയോജനമുള്ളതാണ് പ്രവൃത്തി, പ്രയോജനം ഇല്ലാത്തതല്ല. പ്രയോജനം കാണുന്നവനെ പ്രവൃത്തിക്ക് പോകുള്ളൂ. നിഷ്പ്രയോജന പ്രവൃത്തി നച്ച, ഒരിക്കലും നിഷ്പ്രയോജനായ പ്രവൃത്തിയില്ല. അതുകൊണ്ട് കർമ്മണ വിരുദ്ധ്യതേ ജ്ഞാനം, കർമ്മത്തോട് വിരുദ്ധമാണ് ജ്ഞാനം. അതുകൊണ്ട് രണ്ടും ഒരാൾ ഒന്നിച്ച് ചെയ്യില്ല. അതാണ് തത്വം. അതഃ കർമ്മ വിഷയെ അനുക്തി, അതുകൊണ്ട് കർമ്മവിഷയത്തിൽ കർമ്മകാണ്ഡത്തിൽ ആത്മാവിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല. കർമ്മകാണ്ഡത്തിൽ ആത്മവിഷയം പ്രതിപാദിച്ചിട്ടില്ല. വിജ്ഞാന വിശേഷ വിഷയ ഏവ ജിജ്ഞാസ, ആത്മാവിൻ്റെ സാക്ഷാത്കാരത്തിനായിക്കൊണ്ടാണ് ഇവിടെ ജിജ്ഞാസ. എന്താണ് ആത്മസ്വരൂപം എന്നറിയാനുള്ള ഇച്ഛയോടുകൂടിയുള്ളതാണ് ഇവിടുത്തെ ജിജ്ഞാസ. ഇതാണ് ഈ ഭാഗം. തുടർന്ന് നമുക്ക് പിന്നീട് പഠിക്കാം. ഇത്രയും ഭാഗം നല്ലോണം ഓർമ്മിക്കണേ. പിന്നെ വേറൊരു പ്രധാന വിഷയമുണ്ട്. പദഭാഷ്യം പഠിച്ചവരാണ് വാക്യഭാഷ്യം പഠിക്കുന്നത് എന്നാണ് ഭാഷ്യകാരൻ്റെ ഒരു സങ്കല്പം. അതുകൊണ്ട് അതിനനുസരിച്ചാണ് ഇവിടുത്തെ. അപ്പോൾ ആ ഭാഗം ഒന്ന് ഓർമ്മിച്ചത്, ഇല്ലെങ്കിൽ ഈ നാളെ വരുന്നതിന് മുമ്പെങ്കിലും 1-ാം മന്ത്രവും അതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് നമ്മൾ ഒത്തുകൂടിയാൽ നല്ലതാ. ഓം ആപ്യായന്തു മമാംഗാനി വാക്പ്രാണശ്ചക്ഷുഃ ശ്രോത്രമഥോ ബലമിന്ദ്രിയാണി ച സർവാണി സർവം ബ്രഹ്മോപനിഷദം മാഹം ബ്രഹ്മ നിരാകുര്യാം മാ ബ്രഹ്മ നിരാകരോത നിരാകരണമസ്ത്വ നിരാകരണം മേസ്തു തദാത്മനി നിരതേയ ഉപനിഷത്സു ധർമാഃ തേ മയി സന്തു തേ മയി സന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഈ ഭാഗമൊക്കെ പൂർണ്ണമായി പഠിക്കുന്നവർക്ക് ഒരു പ്രയാസവും ഇല്ല. പൂർണ്ണമായി പഠിക്കാതെ അല്പം കേട്ടാൽ തെറ്റിദ്ധരിക്കുന്ന ഭാഗങ്ങളാണ്. ഇവിടുന്ന് നമ്മൾ കൊളത്തൂർ ഇരുന്നിട്ട് കേദാരനാഥത്തുനിന്ന് ബദരീനാഥത്തിലേക്ക് പോകുന്ന വഴി പഠിക്കണേൽ കുഴപ്പമുണ്ടോ? മനസ്സിലായില്ല പറഞ്ഞത്? ഇവിടെ കൊളത്തൂർ ഇരുന്നിട്ട് കേദാരനാഥത്തുനിന്ന് ബദരീനാഥത്തിലേക്ക് പോകേണ്ട വഴി പഠിക്കുന്നതിൽ കുഴപ്പമുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ കേദാരനാഥത്തിലും അല്ല ബദരീനാഥത്തിലും അല്ല. ഇവിടുന്ന് എന്ത് വേണം? ഇവിടുന്ന് കോഴിക്കോട്ടേക്കുള്ള വഴി മനസ്സിലാക്കണം. കോഴിക്കോട് നിന്ന് ഏത് വണ്ടിയാണ്? ബദരിക്കൊന്നും വണ്ടിയില്ലാന്നേ. അവിടെ തന്നെയാ കുഴപ്പം. ഏത് വണ്ടിയാണ് എന്നെ ഹരിദ്വാർ വരെ അഥവാ ഋഷികേശ് വരെ എത്തിക്കുക എന്ന് പഠിക്കണം. ഋഷികേശ് വരെ കോഴിക്കോട് നിന്ന് വണ്ടിയുണ്ട്. എന്നിട്ട് അവിടുന്ന് ബസ്സിനോ കാറിനോ ജീപ്പിനോ എന്തിനെങ്കിലും യാത്ര ചെയ്ത്, അല്ലെങ്കിൽ ഡെറാഡൂൺ വരെ പറന്നിട്ട് ഫ്ലൈറ്റിന് പോയിട്ട് അവിടുന്ന് അങ്ങോട്ട് ബൈ റോഡ് യാത്ര ചെയ്യണം. എന്നിട്ട് കേദാറിൽ എത്തിയാലേ ഈ പഠിച്ചതിൻ്റെ ഗുണം കിട്ടും. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി എന്നായിരിക്കും. അല്ലാണ്ട് ഇപ്പോൾ കേനോപനിഷത്തിൻ്റെ ഈ വാക്യഭാഷ്യം പഠിച്ചിട്ട് പൂജയും വേണ്ട, ഹോമം വേണ്ട, സൽക്കർമ്മം വേണ്ട, സാക്ഷാൽ പരമശിവൻ വന്നു ആരടാ നീ എന്ന് ചോദിച്ചാൽ ശരിയാവില്ല. അവിടെ വ്യാവഹാരിക. കാരണം വൈകുന്നേരം കീർത്തനത്തിന് ആരും വരില്ലേ. എന്നാ കഞ്ചിത് നമിതുമിച്ഛതി, ആരെയും നമിക്കാൻ ഇച്ഛിക്കുന്നില്ല എന്നാ പഠിച്ചത്. എന്നിട്ടാണ് വൈകുന്നേരം കൃഷ്ണരാമ ഗോവിന്ദ എന്ന ഭജന ചെയ്യണത്. അപ്പോൾ ഇത് രണ്ടും വിരുദ്ധമല്ലേ എന്ന് ചിന്തിക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഭജന ഭംഗിയായിട്ട് നടക്കണം. വ്യക്തമാണല്ലോ? ശരി, സന്തോഷം.